ഇപ്പോഴത്തെ വലിയ ഒരു പദപ്രയോഗമാണ്, കുറേ വർഷങ്ങളായിട്ട് കേൾക്കുന്ന ഒരു പദപ്രയോഗമാണ് ഫയർ ഫയർ എന്ന് പറഞ്ഞാൽ ഫയറല്ല, ഫയർ ഫയർ, തീ 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 എന്നുള്ള പദപ്രയോഗം. ഈ കാലഘട്ടത്തിലെ വലിയ കൺവെൻഷൻ സ്റ്റേജുകളാകട്ടെ, വലിയ ഫയർ മീറ്റിങ്ങുകളാകട്ടെ, അങ്ങനത്തെ ഒത്തിരി മീറ്റിങ്ങുകളുണ്ട്. ഈ മീറ്റിങ്ങുകളെല്ലാം കടന്നു പോകുമ്പോൾ സാധാരണ കേൾക്കുന്ന ഒരു പദമാണ് ഫയർ. തീ പിടിച്ചു, തീ പിടിപ്പിച്ചോ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ തീ പിടിച്ചതിൻ്റെ പേരിൽ ഓടുന്നു, ചാടുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ല. ആ കാര്യങ്ങളെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് രണ്ട് ദൈവദാസന്മാർ പ്രസംഗിച്ച പ്രസംഗം, അതാണ് എൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്, അതാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്. അവർ പറയുന്ന ആശയം, അവർ അതിനുവേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കൊണ്ടുവരുന്ന മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായമാണ്. അതൊന്ന് തുറന്നു വയ്ക്കാം. അവരത് ആ വിഷയം എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് സാധാരണ പറയുന്നൊരു കാര്യമാണ്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അഗ്നിയാണെന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. പൊതുവിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് അഗ്നിയാണെന്നുള്ളൊരു കാര്യം. ആ പ്രസംഗത്തിൽ അവർ അത് ഖണ്ഡിക്കുന്നുണ്ട്. വാസ്തവമായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഉപമാനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ അഗ്നിയാണെന്നുള്ള നിലയിലൊന്നും എങ്ങും എഴുതി വെച്ചിട്ടില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വെള്ളത്തോട് ഉപമിക്കുന്നുണ്ട്, നദിയോട് ഉപമിക്കുന്നുണ്ട്, കാറ്റിനോട് ഉപമിക്കുന്നുണ്ട്, ഇങ്ങനെ പല നിലകളിലാണ് ഉപമിച്ചു വരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തെ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് തീയോടാണ്. യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്തെന്നാ? എൻ്റെ വചനം തീയാണ്, എൻ്റെ വചനം തീയാണ്, എൻ്റെ വചനം ചുറ്റുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം തീയാണെന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ ഈ കാര്യങ്ങൾ വിശകലനം ചെയ്ത് വിശദീകരിച്ചു വരുമ്പോൾ ഈ കൂടാരത്തെക്കുറിച്ചൊക്കെ ചില വാക്കുകൾ പറയേണ്ടതുണ്ട്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ നമുക്ക് താഴേക്ക് വായിക്കാം. അവിടെയാണ് അതിലെ കോൺട്രഡിക്ഷൻ ഉള്ളതും ഒക്കെയായ കാര്യങ്ങൾ കിടക്കുന്നത്. 3-ാം അധ്യായത്തിന്റെ 7 മുതൽ താഴേക്ക് വളരെ സ്ഫുടമായിട്ടൊന്ന് വായിക്കുക. തന്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാറെ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ട് ഉണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം എല്ലാം വെട്ടി തീയിൽ ഇട്ടുകളയുന്നു. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിൽ ഇട്ട് ചുട്ടുകളയുകയും ചെയ്യും. ഈ വായിച്ച 7-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെ ഒരിക്കൽ അല്പമായിട്ട് 5-10 മിനിറ്റ് പോലും എടുത്തില്ല, ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് പറഞ്ഞു പോയിട്ടുണ്ട് ചില മാസങ്ങൾക്ക് മുമ്പ്. എന്നാൽ ഈ പറയപ്പെട്ട പ്രസംഗത്തിനകത്ത് പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാർ, ഞാൻ അവരെ വളരെ ബഹുമാനിക്കുകയാണ്. ബഹുമാനിച്ചുകൊണ്ട് മാത്രം, അല്പം പോലും ബഹുമാനക്കുറവിലല്ല, തികഞ്ഞ ബഹുമാനത്തിൽ എന്നാൽ എനിക്ക് കിട്ടിയ വെളിപ്പാടിൽ, ബോധ്യത്തിൽ ഞാൻ പറയുകയാണ്. അവർ ഈ ഭാഗമെല്ലാം വായിച്ചിട്ട് ഒറ്റ ശ്വാസത്തിൽ പറയുന്നത്, തീ എന്ന് എവിടെയെല്ലാം കാണുന്നോ അതെല്ലാം ന്യായവിധിയെ കുറിക്കുന്നു എന്നാണ് പറയുന്നത്. തീ എന്ന് വേദപുസ്തകത്തിൽ എവിടെയെല്ലാം കാണുന്നോ അതെല്ലാം ന്യായവിധിയെ കുറിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അത് നമുക്ക് തീ എന്നുള്ള ഭാഗം ന്യായവിധിയെ കുറിക്കുന്ന ഭാഗമുണ്ട്, അങ്ങനെ തീർത്തും ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഈ കാര്യങ്ങൾ എന്തായിരിക്കും ഈ പ്രസംഗത്തിൽ ഇവരിങ്ങനെ ഊന്നാനുള്ള കാരണം എന്നുള്ളത് ഒരു അന്വേഷണം, ഒരു പഠനം നടത്തിയപ്പോൾ അതിലേക്ക് അന്വേഷണം പോയപ്പോൾ ഇത് ബ്രദറൻ ടീച്ചിങ് ആണ്. ബ്രദറൻ ടീച്ചിങ്ങിൽ അവർ പഠിപ്പിക്കുന്ന ഒരു ആശയമാണ്, തീ എന്ന് വേദപുസ്തകത്തിൽ എവിടെയെല്ലാം കണ്ടാലും അതെല്ലാം എന്താണ്? തീ എന്ന് കാണുന്നതെല്ലാം ന്യായവിധിയാണ്. അവരുടെ ഒത്തിരി കമൻട്രികളുണ്ട്. ഈ കമൻട്രികളെല്ലാം ഏറിയ പങ്കും എഴുതിയിരിക്കുന്ന ആരാ? ബ്രദറുകാരാണ്. വില്യം ബാർക്ലേ, ജയൻ ഡാർബി, ജയൻ കില്ലി, വില്യം മക്കൻഡോഷ് എന്നൊക്കെ പറയുന്ന ആളുകൾ ആരാ? വലിയ സ്കോളേഴ്സ് ആണ്, ബ്രദറൻ സ്കോളേഴ്സ് ആണ്. അവരുടെ പുസ്തകങ്ങൾ രാവിലെ മുതൽ ഉച്ചവരെ ഇരുന്ന് വായിച്ചിട്ടാണ് നമ്മുടെ ആളുകൾ വന്ന് ഈ പ്രസംഗത്തിന് വേണ്ടി വരുന്നത്. അവരെന്ത് പറഞ്ഞിരിക്കുന്നോ, അവർക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് മനസ്സിലായ കാര്യങ്ങൾ അത് ഒരു മേഖല വരെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ നമ്മെ സംബന്ധിച്ച് വില്യം ബാർക്ലയെ കുറിച്ച്, വില്യം ബാർക്ലേ ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല.
വില്യം ബാർക്ലേയോ വില്യം മക്കിൻഡോഷോ അവരെന്ത് പറഞ്ഞെന്നുള്ളത് നമുക്ക് വലിയ പിടിയില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ചടഞ്ഞുകൂടിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് ഏഴകളായ നമുക്ക് ഈ തിരുവചനം പലപ്പോഴും പ്രകാശിപ്പിച്ച് തന്നിട്ടുണ്ട്. നമ്മുടെ പൂർവന്മാർക്ക് വില്യം മക്കിൻഡോഷുമായിട്ട് ഒരു ബന്ധവുമില്ല. അതൊക്കെ ഈ ഒരു 10-25-30 വർഷത്തിനിടയ്ക്കുള്ള പുതുതലമുറ ഉപദേശിമാരാണ്. വലിയ MPhil BTH MTH ഒക്കെ പഠിക്കാൻ പോയപ്പോൾ ഇവരുടെ കിതാബുകൾ കൂടുതൽ പരതി. ഇന്ന് നമ്മുടെ ഇടയിൽ ബ്രന്തക്കോസുകാരുണ്ട്. നമ്മുടെ ഇടയിൽ എന്തുണ്ട്? ബ്രന്തക്കോസ്. എന്താണ് ബ്രന്തക്കോസ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ നമ്മുടെ ഇടയിൽ ഇന്ന് ധാരാളം ബ്രന്തക്കോസുകാരുണ്ട്, പെന്തിക്കോസുകാരുമുണ്ട്, ബ്രന്തക്കോസുകാരുമുണ്ട്. യഥാർത്ഥ പെന്തിക്കോസുകാരെ സംബന്ധിച്ച് അവരുടെ ആധാര രേഖ എന്ന് പറയുന്നത് ഈ പുസ്തകം മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്നലകളിൽ കത്തോലിക്കരെ യാക്കോബക്കാരെ കുറ്റം പറഞ്ഞു. നിങ്ങൾക്ക് ഹൂദായ കാനോനുണ്ട്, നിങ്ങൾക്ക് പാരമ്പര്യമുണ്ട്, നിങ്ങൾക്ക് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ്. നമുക്കും ഇന്ന് ചെൽപ്പ് നിറയെ പലതുമുണ്ട്. ഈ ചെൽപ്പിലിരിക്കുന്ന സാധനങ്ങളെല്ലാം നോക്കിയിട്ട് അവൻ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ അതുപോലെയാണ് നമ്മളും വന്ന് വിളിച്ചു പറയുന്നത്. ഈ കമന്ററികൾ എഴുതിയിരിക്കുന്ന അവർ പറയാണ് തീ എന്ന് കാണുന്ന എല്ലാം കൂടി അവരെന്ത് ചെയ്യും? കൺകോർഡൻസിൽ ഒറ്റയടിക്ക് കൊണ്ടുപോയി കിട്ടേക്കും. നമ്മൾ പ്രസംഗിക്കാൻ വരുമ്പോൾ തീ കാണുന്ന എല്ലാം കൂടി എടുത്ത് ഒറ്റ പൂശിയേക്കും. അപ്പോൾ ഇത് ശരിക്കും നാം ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ സഹോദരങ്ങളെ, യോഹന്നാൻ എന്ന് പറയുന്നയാള്, യോഹന്നാൻ മീൻസ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ സ്നാപകൻ ഇസ്രായേലിന്റെ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ഇരുണ്ട കാലത്താണ്. മലാഖി എന്ന് പറയുന്ന പ്രവാചകന് ശേഷം ഏകദേശം 400 വർഷക്കാലം ഇസ്രായേൽ ഒരു ഇരുണ്ട അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. പ്രവാചകന്മാരില്ല, ദർശനമില്ല, വെളിപ്പാടില്ല, ദൈവസ്വരം കേൾക്കാനില്ല. ജനം ബോധിച്ചതുപോലെ നടക്കുകയാണ്. ദൈവത്തിന്റെ പ്രമാണത്തെ ചവിട്ടിമതിച്ച് കളയുകയാണ്. ആലയം കള്ളന്മാരുടെ ഗുഹയായിട്ട് മാറിയ ഒരു കാലം. അങ്ങനെ ഒരു കാലഘട്ടത്തിന് നടുവിലാണ് സ്വർഗം ഈ സ്വരത്തെ എഴുന്നേൽപ്പിക്കുന്നത്. യോഹന്നാൻ എന്ന് പറയുന്ന മനുഷ്യന് താൻ എഴുന്നേറ്റ് സംസാരിക്കുന്നത് ബാഹ്യലോകത്തോടല്ല, ഇസ്രായേലിന്റെ നടുവിൽ നിന്നാണ് താൻ സംസാരിക്കുന്നത്. ഇസ്രായേലിനോട് സംസാരിക്കുന്ന ഭാഗങ്ങളാണ് ഈ 3-ാം അധ്യായം തുടങ്ങുമ്പോൾ. 3-ാം അധ്യായം തുടങ്ങുമ്പോൾ മുതൽ നാം ശ്രദ്ധിക്കുമ്പോൾ അനേകർ യോഹന്നാന്റെ പ്രഭാഷണം കേൾക്കാൻ യോർദാന്റെ കരയിലേക്ക് കടന്നു വരികയാണ്. അനേകർ കടന്നു വരുമ്പോൾ തന്റെ പ്രഭാഷണം ഭയങ്കര ചാട്ടുളി പോലെയുള്ള സ്വരം, ദൈവത്തിന്റെ സ്വരം. വലിയ അരമനയിൽ പുരോഹിതന്റെ മകൻ ഈ വലിയ മെത്രാന്മാരെ കിടക്കുന്ന മേടയിൽ കിടക്കണ്ട ഈ യോഹന്നാൻ ഇതാ ഈ ഒട്ടകരോമവും ഇതൊക്കെ ധരിച്ചുകൊണ്ട് വെട്ടുക്കിളിയും കാട്ടുതേനും ഒക്കെ ആയിട്ട് യോർദാന്റെ കരയിൽ നിന്നുകൊണ്ട് ദൈവഹിതം തുറക്കപ്പെട്ട പാതയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ജനത്തോട് സംസാരിക്കുകയാണ്. അത് കേട്ട് ആകർഷിക്കപ്പെട്ട അനേകർ കടന്നു വന്നു. ആ കടന്നു വന്ന ആളുകൾക്ക് അവരുടെ കുറവ് മനസ്സിലായി. കടന്നു വന്നവർക്ക് എന്ത് മനസ്സിലായി? തങ്ങൾക്ക് ദൈവമായിട്ടുള്ള സംബന്ധം ഇത്രത്തോളം ഉള്ളൂ എന്നുള്ളത് അവർക്ക് പിടികിട്ടി. കാര്യങ്ങൾ തെളിവായി ദൈവത്തിന്റെ ദാസൻ ഈ യോഹന്നാൻ എന്തെങ്കിലും അത്ഭുതം ചെയ്തോ? യോർദാന്റെ കരയിൽ വന്നവരിൽ ആരുടെയെങ്കിലും ഒരുവന്റെയെങ്കിലും ഒരു പനി മാറ്റിയോ സഹോദരങ്ങളെ? ഒരത്ഭുതവും അടയാളവും ചെയ്യാത്ത ചരിത്രത്തിലെ ഈ പുസ്തകം പഠിക്കുമ്പോൾ ആ കാലം വരെ ക്രൂശ് വരെയുള്ള ചരിത്രം പഠിക്കുമ്പോൾ ക്രൂശ് വരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയവനും ഭയങ്കരനുമായ പ്രവാചകൻ ഒരു പനി പോലും ഭേദമാക്കിയിട്ടില്ല, ഒരു ദൂതും പറഞ്ഞിട്ടില്ല, വിധവയുടെ മകനെ ഉയർപ്പിച്ചിട്ടുമില്ല, കലത്തിലെ മാവ് വർദ്ധിപ്പിച്ചിട്ടുമില്ല, ഒന്നും സംഭവിച്ചില്ല. പക്ഷെ തന്റെ സ്വരം എന്ന് പറയുന്നത് ഇസ്രായേലിനെ ഇളക്കിയ സ്വരമാണ്. ദൈവത്തിന് വേണ്ടി നിന്നു. ആരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല നിന്നത്. നാളെ ഇവർ കേൾക്കാൻ വരും, അതൊന്നും സബ്ജക്റ്റ് അല്ല. ഇന്ന് നിൽക്കുന്ന ദൈവത്തിന് വേണ്ടിയാ. ഇന്ന് എനിക്ക് കിട്ടിയ അരുളപ്പാട് പങ്കുവെക്കും. ഇന്ന് കിട്ടിയ അരുളപ്പാട്, നാളത്തെ കാര്യം നാളെ. ഇന്ന് ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുകയാ, ദൈവത്തിന്റെ സ്വരമായി നിൽക്കുകയാ. കേട്ടവരുടെ ഉള്ളു പിടഞ്ഞു. അവർക്ക് മനസ്സിലായി സീനായി കിട്ടിയ അഗ്നിമയമായ പ്രമാണം. സീനായിൽ എന്താ കിട്ടിയത്? അഗ്നിമയമായ ഒരു പ്രമാണം. ആ പ്രമാണം കിട്ടിയപ്പോൾ ഇവരെന്താ പറഞ്ഞത്? പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7-8 വാക്യം വായിച്ചേ. ജനത്തിന്റെ മൂപ്പന്മാരെ വിളിച്ചു, യഹോവ തന്നോട് കൽപ്പിച്ച ഈ വചനങ്ങളൊക്കെയും അവരെ പറഞ്ഞു കേൾപ്പിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യുമെന്ന് ജനം ഉത്തരം പറഞ്ഞു. മോശ ദൈവത്തിൽ നിന്ന് കേട്ട കാര്യങ്ങളെല്ലാം വന്ന് ജനത്തോട് പറഞ്ഞു. കേട്ട വഴി അവരെല്ലാം എന്ത് പറഞ്ഞു? ഞങ്ങൾ ഇതെല്ലാം ചെയ്തു കൊള്ളാമെന്ന്. എന്നാൽ കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ചരിത്രത്തിൽ ഇവര് ഈ പ്രമാണം എപ്പോഴെങ്കിലും അനുസരിച്ചിട്ടുണ്ടോ? ഒരിക്കൽ പോലും ഇവർക്ക് ഈ പ്രമാണം ഭംഗിയായിട്ട് അനുസരിക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങളിതെല്ലാം ആചരിച്ചോളാം, ചെയ്തോളാം, ഞങ്ങളത് ചെയ്യുമെന്നാ പറഞ്ഞത്. പക്ഷെ കാലങ്ങൾ കടന്നു പോയപ്പോൾ ഇവരാരും ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഈ പ്രമാണം ഒന്നും വേണ്ട വിധത്തിൽ പ്രമാണിച്ചിട്ടില്ല. അപ്പോൾ ഈ യോഹന്നാൻ നിൽക്കുന്ന കാലഘട്ടം വന്നപ്പോൾ ന്യായപ്രമാണ സംബന്ധമായി
ചുമ്മാ പരീശന്മാരും സദൂക്യരും പ്രമാണം ഉരുവിടുന്നതല്ലാതെ അത് ഒരു വിരൽ കൊണ്ട് പോലും അവരെന്ത് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല. അവർ ചുമ്മാ പറയും. വാചക കസർത്ത് ഭയങ്കരമാ. ഓ, ഞങ്ങൾ പ്രമാണത്തിന് വേണ്ടി ഇപ്പൊ മരിക്കൂന്ന്. ഒരു മരിക്കലും ഇല്ല, ഒന്നുമില്ല. ദീപസ്തംഭം, മഹാശ്ചര്യം, അത്രയേ ഉള്ളൂ. നമ്മൾ ഇനി 7-ാം വാക്യത്തിലേക്ക് വരികയാണ്. 7-ാം വാക്യം വായിച്ചു തുടങ്ങുകയാണ്. വായിച്ചാട്ടെ 7-ാം വാക്യം. തന്റെ സ്നാനത്തിനായി പരീശന്മാരിലും സദൂക്യരിലും ചിലർ വന്നു കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആരാ നിങ്ങളെ ഉപദേശിച്ചത്? ഇതാ നമുക്ക് ലോകത്തോട് ചോദിക്കാനുള്ളത്. പെന്തിക്കോസ് ലോകത്തോട് ചോദിക്കാനുള്ള, ആരാ നിങ്ങളെ ഉപദേശിച്ചത്? അപ്പൊ 7-ാം വാക്യത്തിൽ അത് വായിച്ചിട്ട് 8-ാം വാക്യത്തിലേക്ക് കയറി വാ, വേഗം വന്നാട്ടെ. ആദ്യ പടി എന്ന് പറഞ്ഞ നിന്റെ ഉള്ളിൽ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വെളിയിൽ എന്ത് ചെയ്യും? വെളിപ്പെടും ഇല്ലയോ? ഉള്ളിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തെന്ത് ചെയ്യും? നിശ്ചയമായും വെളിപ്പെട്ടു വരും. നമ്മൾ എത്ര ഒതുക്കി വെച്ചെന്നൊന്നും പറഞ്ഞാലും ഉള്ളിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വെളിപ്പെട്ടു വരും. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. എന്നിട്ട് അടുത്ത വാക്യം. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ട് ഉണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. കണ്ടോ, കുടുംബ പേരിലേക്ക് കയറി വരുവാ കാര്യങ്ങൾ. യോഹന്നാന്റെ പ്രസംഗം കയറി വരുന്നുണ്ടോ? അപ്പനെ വിളിക്കുക എന്ന് പറയാം മലയാളത്തിൽ പറഞ്ഞ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് അവർ വായുകൊണ്ടല്ലോ പറഞ്ഞോ. ഈ വന്നിരിക്കുമ്പോൾ പലരുടെയും ചിന്ത, പല മനുഷ്യരുടെയും ചിന്ത എന്താ? ഞങ്ങൾ സാധാ പെന്തിക്കോസ് ഒന്നുമല്ല, ഞങ്ങൾ എക്സ്ട്രാ ഓർഡിനറി പെന്തിക്കോസാ, ഞങ്ങൾ ഇച്ചിരി സീരിയസ് ആയ ആൾക്കാരാണ്, ഞങ്ങൾ ഇച്ചിരി ഗൗരവമുള്ള ആൾക്കാരാണ് എന്ന് പലർക്കും ഉള്ളം കൊണ്ടൊക്കെ തോന്നും. പക്ഷെ തമ്പുരാൻ നമ്മോട് പറയുന്നത് അതല്ല. ഇതൊന്നും കേൾക്കണ്ട, എനിക്ക് വല്ലതും ഫലം വെളിപ്പെടുത്താനുണ്ടോ? ഫലം കായ്ക്കണം. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. അപ്പൊ പുറമേ പറയുന്നതല്ല, ഉള്ളം കൊണ്ട് പറഞ്ഞാലും ആരറിയും? പുല്ല് വെളിപ്പാടില്ലാത്ത യോഹന്നാൻ എന്ന് പിടികിട്ടിയെങ്കിൽ ഇന്ന് തമ്പുരാൻ വെളിപ്പെടുത്തില്ലേ തന്റെ സഭയ്ക്കിതെല്ലാം. അപ്പൊ അത് വെളിപ്പെടുത്തുമ്പോഴാ നമ്മോട് കാര്യങ്ങൾ പറയുന്നത്. ചുമ്മാ തോന്നലുകൾ പറഞ്ഞ് നടക്കരുത്. കാര്യങ്ങൾ വെളിപ്പെട്ട് വരുന്നത് തമ്പുരാൻ കാണുകയാണ്. ലോകം കാണൂല്ലോ, നമ്മുടെ ലൈഫ് കാണുകയല്ലേ. ഓക്കെ, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. എന്നിട്ട് അടുത്തത്, ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇസ്രായേലിനോട് പറയാണ്, പാരമ്പര്യമൊക്കെ കൊള്ളാം, അബ്രഹാമിന്റെ തായ് വഴിയിൽ, ആ വഴിയിൽ ഞങ്ങൾ ഉണ്ടായി, ഞങ്ങൾ ലോകത്തിൽ ഇതുപോലൊരു ജാതി, അതൊക്കെ ശരിയാ, ഇതുപോലൊരു ജാതി ഉണ്ടോ എന്നാണ് അവർ കോളറൊക്കെ പിടിച്ചിട്ടിട്ട് യോഹന്നാന്റെ നേരെ ചോദിച്ചൊന്നുമില്ല. ആ നിപ്പ് കാണുമ്പോൾ യോഹന്നാൻ അറിയാം ഇതുപോലൊരു ജാതിയുണ്ടോ, പരദേശികൾ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാ ഇസ്രായേലിൽ നിന്ന്. ഇപ്പൊ പുള്ളികൾ മാറി, ഇപ്പൊ വലിയ പുള്ളികളാ. പണ്ട് ഇറങ്ങിയപ്പോ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ വലിയ കോളറും വലിയ ജുബയും വലിയ പരിപാടിയും വലിയ എന്തെല്ലാം പരിപാടികളെന്ന്. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ട് ഉണ്ടെന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. അടുത്ത വാക്ക് വലിയ മുന്നറിയിപ്പാ. എന്താ അടുത്ത വാക്ക്? ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന്, ഏത് കല്ലുകൾ? കാട്ടുകല്ലുകളിൽ നിന്ന്. അങ്ങ് യെശയ്യാവിന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ നിന്ന് പുറത്തെടുത്തെറിഞ്ഞു കളഞ്ഞ ജാതികൾ എന്ന കല്ലുകൾ. ഇസ്രായേൽ എന്ന് പറയുന്ന ആ മുന്തിരിവള്ളിയെ നടുവാൻ വേണ്ടി, ഇസ്രായേൽ എന്ന് പറയുന്ന മുന്തിരിവള്ളി മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിവള്ളിയെ കനാനിൽ നടുവാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന കാട്ടുകല്ലുകളെ, 7-ലധികം ജാതികളെ പുറത്താക്കിക്കൊണ്ടാണ് ഈ മനോഹരമായ മുന്തിരിവള്ളി അവിടെ നടുന്നത്. ഫലം കായ്ക്കുമെന്ന് പ്രതീക്ഷിച്ചാ നട്ടത്. പക്ഷെ കായ്ച്ചതോ? കാട്ടുമുന്തിരിങ്ങ. ചരിത്രത്തിൽ ആ കാട്ടുമുന്തിരിങ്ങയുടെ പുളിരസം ഇങ്ങനെ നിൽക്കുക. ദൈവത്തിന്റെ പ്രസാദമില്ലാത്ത ജീവിതം നയിച്ച് ദേവാലയം അവിടെയുണ്ട്. പൂജകൾ, കർമ്മങ്ങൾ, ആരാധനകൾ, യാഗങ്ങൾ എല്ലാം നിറപടിയായി നടന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ പുരോഹിതന്മാരുടെ ആടയാഭരണങ്ങൾക്ക് ഒന്നും കുറവ് വന്നിട്ടില്ല. ഇടിവ് തട്ടിയോ? കാര്യങ്ങൾ മുറപടിയായി നടപടിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് യോഹന്നാൻ പറയുന്നത്, ഈ കല്ലുകളിൽ നിന്ന് പറയുന്ന ഒരു പ്രവചന സ്വരമാ. ആ പ്രവചനം എഴുതി വെച്ചിരിക്കുന്നത് എവിടെയാ? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലും 17-ാം അധ്യായത്തിലുമുണ്ട്. 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലും 17-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലും എഴുതിയിട്ടുണ്ട്, നിന്നാൽ ഞാൻ സകല ജാതികളെയും അനുഗ്രഹിക്കും. എന്ന വാക്യം ഒന്ന് വായിക്കാം. നമുക്ക് കേട്ടിട്ടില്ലാത്ത വാക്യമാണല്ലോ. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും.
നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. 17-ാം അധ്യായം 4-ാം വാക്യം. എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇത്രയേ ഉള്ളൂ. അബ്രഹാമിനോട് ദൈവം എന്താ പറഞ്ഞേ? നീ ബഹുജാതികൾക്ക് പിതാവാകും. 12-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞേ? നിന്നാൽ ഭൂമിയിലെ സകല ജാതികളും. നമ്മൾ ഈ വാക്യം കേട്ടിട്ടുണ്ടോന്നേ? ചിരപരിചിതമല്ലേ നമുക്ക് ഈ വാക്യം? നമ്മുടെ ടെലിവിഷൻ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ വരും അവിടെ വന്നിട്ട് അവരെന്താ നമ്മളോട് പറയുന്നത്? അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം നിന്നെയും അനുഗ്രഹിക്കാൻ വിശ്വസ്തനാണ്, അങ്ങനെയല്ലേ പറയുന്നത്? നമ്മളത് കേൾക്കുമ്പോഴത്തേക്കും എന്തൊരു ആശ്വാസം, എന്തൊരു രോമാഞ്ചം, എന്തൊരു ഭയങ്കരമായിരിക്കും അതൊക്കെ കേൾക്കുമ്പോൾ. ഈ വായിച്ചതിൻ്റെ അർത്ഥം എന്താ? ഈ 2 വാക്യങ്ങൾ നേരെ വന്ന് യോഹന്നാന്റെ വായിലൂടെ വന്ന വാക്യവുമായിട്ട് ബന്ധപ്പെടുവോ ഇല്ലയോ? മത്തായി 3-ൽ നാം വായിച്ചു, യോഹന്നാൻ പറഞ്ഞ വാക്ക്, ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് എന്ത് ചെയ്യാൻ പറ്റും? മക്കളെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദൈവമുണ്ട്. ജാതികളിൽ നിന്ന് ദൈവത്തിന് മക്കളെ ഉണ്ടാക്കാൻ കഴിയും. അബ്രഹാം വഴി അബ്രഹാമിനെ തെരഞ്ഞെടുത്തിട്ട് അബ്രഹാമിന്റെ കുടുംബത്തിൽ യോസഫിന്റെയും മറിയുടെയും വീട്ടിൽ യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ ജനിക്കും. ആ യേശുക്രിസ്തു വഴി ജാതികളായിരുന്ന കാട്ടുകല്ലുകളായിരുന്ന നമുക്കും ദൈവ കുടുംബത്തിലേക്ക് പ്രവേശനം ലഭിക്കും. ഈ കാരണത്താൽ നാം അനുഗ്രഹിക്കപ്പെടും. നിന്നാൽ സകല ജാതികളും. അല്ലാതെ അബ്രഹാമിന്റെ വീട്ടിൽ ഒത്തിരി ആടും മാടും കോഴിയും പൂച്ചയൊക്കെ ഉണ്ട്, അതെല്ലാം നമുക്കും കൂടെ കിട്ടണോ? അതാണോ ഈ വാക്യത്തിന്റെ അർത്ഥം? നമ്മളത് കാലങ്ങളായി കേട്ട് കിടക്കുകയാണ്. ഇനി തിരുത്താൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല മലയാളികളെ. അബ്രഹാം വഴി നമുക്ക് കിട്ടിയത് എന്താ? കാട്ടുകല്ലുകളായിരുന്ന നമ്മെ. കാട്ടുകല്ലുകൾ എന്ന് പറയുമ്പോൾ തന്നെ അർത്ഥം മനസ്സിലായില്ലേ? യോഗ്യത വല്ലതും ഉണ്ടോ? വല്ല യോഗ്യതയുണ്ടോ? ഒരു യോഗ്യതയില്ലാത്ത നമുക്ക് തേജോമയന്റെ കുടുംബത്തിൽ ജനിക്കാൻ പറ്റി. തന്റെ പുത്രൻ വഴി ആ കുടുംബത്തിലെ അംഗമാകാൻ പറ്റി. പ്രിയനായവനിൽ നമ്മെ ദത്തെടുത്തു. പ്രിയനായവനിൽ നമുക്കൊരു സ്വീകാര്യം ലഭിച്ചു. എന്തൊരു ഭയങ്കര സ്വീകാര്യം! മടങ്ങി വന്ന വരവ് എല്ലാം മൂടിപ്പിച്ച് നശിപ്പിച്ച് നിൽക്കുന്ന നമ്മെ തന്റെ പുത്രൻ വഴി സ്വീകരിക്കുകയാണ് പിതാവ്. ഈ കാരണത്താൽ നാം ആരാ? അതെ, അടുത്ത വാക്ക് അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ പറയും. ഇതൊന്നും അല്ല വാക്ക്. ഈ കാരണത്താൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരല്ലേ. അബ്രഹാം എന്ന് പറഞ്ഞ ഉടനെ പെന്തിക്കോസിന് എന്നാ ഓർമ്മ വരുന്നേ? അത് പറ. അബ്രഹാം എന്നുള്ള വാക്ക് കേട്ട ഉറക്കത്തിലാണല്ലോ അബ്രഹാമിനെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഞെട്ടിത്തെറിച്ച് അനുഗ്രഹം എന്ന് 2 പ്രാവശ്യം പറഞ്ഞോളെ. അത് വലിയ വലിയ വചനം പ്രസംഗിക്കുന്ന പുള്ളികളുടെ എല്ലാം വായിന്ന് ഞാനതാ കേട്ടിരിക്കുന്നത്. എൻ്റെ കയ്യിലുണ്ട് തെളിവ് CD-കളൊക്കെ. വലിയ വചനം പ്രസംഗിക്കുന്ന വലിയ ഇന്റർനാഷണൽ പ്രസംഗർ, അവരെല്ലാം ജനത്തോട്, അതാ ഞാൻ പറഞ്ഞ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും അപകടമാ. എന്താ മനസ്സിലായേ? ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ ഉപദേശവും എന്താണ് ന്യൂ ജനറേഷൻ ഉപദേശവും ഓൾഡ് ജനറേഷൻ ഉപദേശവും രണ്ടും പലപ്പോഴും പാളാറുണ്ടെന്ന് പറഞ്ഞാൽ കനത്ത പാളിച്ചയാ സംഭവിച്ചിരിക്കുന്നത്. തുറന്നു കൊണ്ടുവരണം. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് എന്തുണ്ടാക്കാൻ കഴിയും? മക്കളെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഇസ്രായേലേ ഫലം കായ്ച്ചോ. എന്നിട്ട് അടുത്ത വാക്ക് എന്താ? ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചൂട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വേണ്ടി തീയിലിട്ട് കളയും. അടുത്ത വാക്ക് ഈ ആദ്യം വായിച്ച വാക്യത്തിൽ കല്ലിന്റെ കാര്യം പറഞ്ഞു. അടുത്ത വാക്കിലേക്ക് വന്നപ്പോ എന്താ പറയുന്നേ? വൃക്ഷം. ഒന്നുകൂടെ വായിച്ചോ. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചൂട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചൂട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വൃക്ഷങ്ങൾ എന്നുള്ളത് ഉപമിക്കുന്നത് രാജ്യങ്ങളുമായിട്ട് വൃക്ഷങ്ങളെ ഉപമിക്കും. നമ്മളിവിടെ നേരത്തെ ഒരു പ്രസംഗം ഷൈൻ ഓഫ് ഈസ് കമ്മിങ് എന്നുള്ള പ്രസംഗം പ്രസംഗിച്ചപ്പോൾ ആ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത വ്യക്തികളെ വൃക്ഷങ്ങളോട് ഉപമിക്കുന്ന വാക്യങ്ങൾ ധാരാളമുണ്ട്. ഈ വാക്യങ്ങളെല്ലാം എടുക്കാൻ പറ്റത്തില്ല. യോവേൽ 1:7 നിങ്ങൾ കുറിച്ചു വെച്ചോ, ഇപ്പോൾ വായിക്കണ്ട. അവിടെ ഇസ്രായേലിനെ അത്തിവൃക്ഷമായിട്ട് ചിത്രീകരിക്കുകയാണ്. ആ അത്തിവൃക്ഷത്തോടുള്ള ബന്ധത്തിലാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന്, കാരണം ഇല മാത്രമേ ഉള്ളൂ, യാതൊരു ഫലവും. കോടാലി ചോട്ടിലിരിക്കുക, കളിക്കരുതെന്നാ അവരോട് പറയുന്നത്. കോടാലി, ഞാൻ പരീശനാ, അതിനെന്ത് വേണം? ഞാൻ സദൂക്യനാ. സദൂക്യർക്കുള്ള പ്രത്യേകത എന്താ? മഹാപുരോഹിതന്മാരുമായിട്ടും പൊളിറ്റീഷ്യന്മാരുമായിട്ടൊക്കെ വലിയ അടുപ്പമുള്ളവരാണ് ആര്? സദൂക്യർ. സദൂക്യ പക്ഷത്ത് നിന്ന് മഹാപുരോഹിതന്മാർ ഒത്തിരി വന്നിട്ടുണ്ട്. തന്നെയല്ല, സദൂക്യർക്ക് അവിടുത്തെ പൊളിറ്റിക്കൽ വേൾഡുമായിട്ട്, അവിടുത്തെ അന്നത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഹെരോദാവ് ആൻഡ് ടീംസ്, ഇവരൊക്കെയായിട്ട്, ഹെരോദാവിന്റെ ക്യാബിനറ്റ് കോളേജ് ഒക്കെ ആയിട്ട് ഈ സദൂക്യർക്ക് വലിയ അടുപ്പവും വലിയ അതിൽ അഭിമാനം കൊണ്ടിരുന്നവരാണ്. കണ്ടിട്ടില്ലേ അഭിമാനം കൊള്ളുന്നേ?
അതൊക്കെ വല്ല യൂട്യൂബൊക്കെ തുറന്ന് നോക്കണം. അപ്പോൾ അതിനകത്ത് സദൂക്യരും ഇരിക്കുന്നതും പിന്നെ ഹെരോദാവിൻ്റെ ആൾക്കാർ സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ മോസ്റ്റ് വെൽക്കം, വന്നാട്ടെ, ഞങ്ങളുടെ നടുവിലൊന്ന് ഇരുന്നാട്ടെ. അത് കാണുമ്പോഴത്തേക്ക് ആളുകളെല്ലാം പറയും ഇതുപോലൊരു ജാതി ഉണ്ടോ എന്ന്. അടുത്ത പരീശന്മാർ, അവരെ സംബന്ധിച്ചുള്ള അഭിമാനം എന്ന് പറഞ്ഞാൽ അവർ ശാസ്ത്രിമാർ, ഈ എഴുതുന്ന ആൾക്കാരാണ് ശാസ്ത്രിമാർ. ശാസ്ത്രിമാരുമായിട്ടും ശാസ്ത്രിമാരുമായിട്ടും അങ്ങനെയുള്ള ആളുകളുമായിട്ട് അവർക്ക് വലിയ അടുപ്പമുണ്ട്. ജനവുമായിട്ട് അവർക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നു കേട്ടോ. പബ്ലിക്കായിട്ടും ആരംഭ കാലഘട്ടത്തിൽ ശാസ്ത്രിമാർക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ഒരു ചെറിയ ജനസമ്മതി അവർക്ക് ഉണ്ടായിരുന്നു തുടക്കത്തിൽ. പിന്നീട് സമ്പ്രദായമായി മാറിപ്പോയപ്പോഴാണ് അതും അങ്ങനെ പോയത്. അപ്പോൾ ഇവരെല്ലാം നിർത്തിക്കൊണ്ടാണ് പറയുന്നത് കോടാലി ചോട്ടിലുണ്ട്, ഒന്ന് സൂക്ഷിച്ച് നോക്കണം, കണ്ണു തുറന്ന് നോക്കിയിട്ട് വീട്ടിൽ പോയാൽ മതി. യോഹന്നാന്റെ പ്രസംഗം കേൾക്കാൻ വന്നിട്ട് തിരിച്ചു പോകാൻ നേരത്തെ പറഞ്ഞു കൊടുക്കുകയാണ്, സൂക്ഷിച്ചൊന്ന് നോക്കിയിട്ട് പോ, ചോട്ടിൽ എന്തുണ്ട്. പിന്നെ അടുത്ത ദിവസം പ്രസംഗത്തിന് വരുമോ നിങ്ങൾ പറഞ്ഞാട്ടെ, ഞാനാണേ പോകില്ല കേട്ടോ. നമ്മളെ വിളിച്ചു വരുത്തിയിട്ട് ഹർട്ട് ചെയ്യുക, വിളിച്ചു വരുത്തിയിട്ട് എന്ത് ചെയ്യുക, ചുമ്മാ അങ്ങനെ. സർപ്പസന്തതി എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം എന്താ? സർപ്പസന്തതി എന്ന് പറഞ്ഞാൽ പിശാചിന്റെ മക്കളെന്ന്. സർപ്പസന്തതി എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ഇവിടെ ആരംഭം കുറിച്ചു സർപ്പസന്തതി എന്ന്. കർത്താവ് അത് മറ നീക്കി വെളിപ്പാടിൽ അങ്ങ് പറഞ്ഞു കളഞ്ഞു, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ യോഹന്നാൻ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, യോഹന്നാൻ എത്ര മാർദ്ദവമുള്ള പ്രസംഗന. നമ്മൾ ചില ആളുകളെ കുറിച്ച് ഒരേ ആംഗിളിൽ നിന്നാ കാണുന്നത്. ചോട്ടിൽ എന്ത് വെച്ചിരിക്കുക? കോടാലി വെച്ചിരിക്കുക. വൃക്ഷങ്ങളുടെ ചോട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. ബാക്കി ഒന്നുകൂടെ വായിച്ചേ. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയും. ഇത് 10-ാം വാക്യം. 10-ാം വാക്യം വരെ 7 മുതൽ 10 വരെ ഒരൊറ്റ ശ്വാസത്തിൽ യോഹന്നാൻ പറയുകയാണ്. 7-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെ ഈ കാര്യങ്ങൾ തുടർമാനമായി ഇസ്രായേലിനോട് പറയുകയാണ്. നല്ല ഫലം കായ്ക്കാത്തെല്ലാം വെട്ടി തീയിലിട്ട് കളയും. ആ വാക്യത്തോട് ചേർത്ത് വായിക്കാവുന്ന 2 വാക്യങ്ങളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം തന്നെ 15-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. വീണ്ടും മടങ്ങി മത്തായിൽ വരണം. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ മുറിച്ചു കളഞ്ഞിട്ട് ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. ആ വക ചേർത്ത് തീയിലിടുന്നു, അവ വെന്തു പോകുന്നു. തീക്കകത്തിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വെന്തു പോകും. അതാണ് സ്വാഭാവികമായ തീയുടെ സ്വഭാവം. ഇനി അടുത്ത വാക്യം എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ. ഹീബ്രു ചാപ്റ്റർ 6 വേഴ്സ് 7 and 8. 7-ഉം 8-ഉം വാക്യങ്ങൾ. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ജെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു. ചുട്ടു കളയുക അത്രേ അതിന്റെ അവസാനം. ഈ വായിച്ച വാക്യങ്ങളിലൂടെ എല്ലാം തീ കാണുന്നുണ്ടോ ഇല്ലയോ? യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിച്ചു, എന്നിൽ വസിക്കാത്ത കൊമ്പുകളെയെല്ലാം ഞാൻ എന്ത് ചെയ്യും? തീക്കകത്തിടും. ഇവിടെ വായിച്ചു, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ടും ഹിതകരമായ സസ്യാദികളെ വിളയിച്ചില്ലെങ്കിൽ അതിനെയും പിന്നെ എന്ത് ചെയ്യും? അത് തീക്കകത്തിടും. മത്തായി 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം എന്ത് വായിച്ചു? ഒന്നുകൂടെ വായിച്ചോ. അപ്പൊ ഈ 3 സ്ഥലത്തും തീ 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 എന്ന് കാണുന്ന ന്യായവിധിയെ കുറിക്കുന്നു. ഈ 3 സ്ഥലത്തും കാണുന്ന തീ എന്താ? ഒരു സംശയവുമില്ല. ഇനി ഒരു ബാർ ക്ലേയും നോക്കണ്ട, ഒരു ക്ലേയും നോക്കണ്ട. ഇത് തീ, ഇത് ന്യായവിധിയുടെ തീ തന്നെയാണ്. എന്നിൽ വസിക്കാത്ത കൊമ്പെല്ലാം തീക്കകത്തിടും. ഈ പറഞ്ഞ രീതിയിൽ ഫലം കായ്ക്കാത്ത വൃക്ഷത്തെ എല്ലാം എന്ത് ചെയ്യും? തീക്കകത്തിടും. ഇത് ഒറ്റ ശ്വാസത്തിലാണ് ഇത്രയും പറഞ്ഞത്. പറഞ്ഞു കഴിഞ്ഞിട്ട് ശ്വാസമൊക്കെ വിട്ടിട്ട് യോഹന്നാൻ അങ്ങ് പറയാൻ തുടങ്ങിയാണ് 11-ഉം 12-ഉം വാക്യങ്ങൾ. 11-ാം വാക്യം വായിച്ചാട്ടെ. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. യോഹന്നാൻ പറയാണ്, താൻ ചെയ്യുന്ന ശുശ്രൂഷയെ കുറിച്ച് പറയാണ്. മാനസാന്തരപ്പെട്ട് വരുന്ന നിങ്ങളെ ഞാൻ പ്രതീകാത്മകമായി നിങ്ങളുടെ ആ സമ്മതം നിങ്ങൾ പബ്ലിക്കിനോട് പറയാണ്. ഞങ്ങൾ ഈ ഉടമ്പടി ന്യായപ്രമാണ പ്രകാരം ജീവിച്ചു കൊള്ളാമെന്നുള്ള ആ ഉടമ്പടി പ്രകാരം ഇറങ്ങി വരുന്ന നിങ്ങളെ ഞാൻ എന്ത് ചെയ്യുന്നു? വെള്ളത്തിലിറക്കി സ്നാനപ്പെടുത്തി കയറ്റി വിടുന്നേ ഉള്ളൂ. എന്നാൽ എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, എന്നേക്കാൾ ബലവാനാണ് അവൻ. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. എന്നിട്ട് അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. ഇവിടെയാ പ്രോബ്ലം. ഇവിടെ വന്നപ്പോഴാണ് അവർ അതിശക്തമായി അവരുടെ ആശയം അവർ പ്രസ്താവിച്ചു കഴിഞ്ഞിരിക്കുന്നത്. എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും.
അപ്പോൾ ഇവിടെ പ്രസംഗികൾ പറഞ്ഞു കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവിലുള്ളൊരു അഭിഷേകം, പരിശുദ്ധാത്മാവിലുള്ളൊരു സ്നാനം ദൈവമക്കൾക്കുണ്ട്. അത് തെളിയിക്കാനാണ് അപ്പോസ്തല പ്രവൃത്തി 1:5 പറയുന്നത്. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. ഇവിടെ പറയാണ്, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, എന്നാൽ നിങ്ങൾക്കോ ഇനി ഏറിയ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കും. അവിടെ തീയുടെ കാര്യം എന്തെങ്കിലും പറഞ്ഞോ? അപ്പോൾ മത്തായി 3-ാം അധ്യായത്തിൽ പറയുന്നത് പരിശുദ്ധാത്മാവിലുള്ള സ്നാനമുണ്ട്, അത് ആത്മാവിലുള്ള സ്നാനമാണ്. അത് കഴിഞ്ഞ് അവിടെ പറയുന്ന തീ എന്ന് പറയുന്നത് നരകത്തീ വരുമ്പോഴുള്ള നരകത്തീയാണ്. അവിടെ വെച്ച് സ്നാനം കഴിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഈ വിഷയം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു അന്വേഷണത്തിൽ എത്തിച്ചേർന്നപ്പോൾ എനിക്കതിൽ നിന്ന് കിട്ടിയ ഒരു ഉത്തരമാണ് ഇതിങ്ങനെ പറയാനുള്ള പ്രചോദനം എന്ന് പറയുന്നത്. ഇത് ബ്രദറൻ ടീച്ചിങ്ങിൽ അവർ വളരെ ആധികാരികമായി പഠിപ്പിക്കുന്നത് ഈ തീ എന്ന് പറയുന്നത് എന്താണ്? നരകത്തീയാണ് എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അത് സകല കമൻട്രികളിലും അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഒരു കമൻട്രിയിലും അല്ലാതെ മാറ്റി എഴുതിയിട്ടില്ല. അപ്പോൾ കമൻട്രി മാത്രം വായിച്ചിട്ട് പ്രസംഗിക്കാൻ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് അങ്ങനെ തന്നെ എടുത്ത് പറയേണ്ടി വരും. ഇത് ദൈവവചനം ശുശ്രൂഷിക്കുന്ന വെളിപ്പാടിൽ നിന്നായിരിക്കണം. വെളിപ്പാട് എന്താ? സഭ എന്ന വെളിപ്പാട്. സഭ എന്നുള്ള വെളിപ്പാട് ആഴത്തിൽ നമുക്ക് വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ പൂർണ്ണമായും നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ദൈവവചനം പഠിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം എടുക്കണ്ട. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വ്രതന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. വ്രതന്മാർ നിമിത്തം ആ കാലം ചുരുങ്ങുമെന്ന് വായിക്കുന്നു. എന്നാൽ പത്രോസിലേക്ക് വരുമ്പോൾ അവിടെയും വ്രതന്മാരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. കഴിയുമെങ്കിൽ വ്രതന്മാരെ കൂടെ. ഈ 2 വ്രതന്മാരും ആരാ? അത് സമ്മതിച്ചു. എല്ലാ വ്രതന്മാരും വിശുദ്ധന്മാരാണല്ലോ, വ്രതമുള്ളവരല്ലേ. ഈ മത്തായി 24 പറയുന്ന വ്രതന്മാരെന്ന് പറയുന്ന ഇസ്രായേലിനെ കാണിക്കുന്നു. പത്രോസി പറയുന്ന വ്രതന്മാരെന്ന് പറയുന്ന സഭയെ കാണിക്കുന്നു. വ്രതന്മാരെന്ന് കാണുമ്പോഴത്തേക്കും അങ്ങനെയാണ് ഓരോരോ ടീച്ചിങ്ങുകളിൽ പാളിച്ച വരുന്നത്. ഞാൻ ഇന്ന് പകൽ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഹിന്ദിയിൽ ഒരു വാക്കുണ്ട്. ആ വാക്ക് ഇങ്ങനെയാണ്, കൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ഇന്നലേതാ. ഇനി ആ വാക്ക് തന്നെ എന്തിനും ഉപയോഗിക്കും? നാളെ ഒന്നും ഉപയോഗിക്കും. അപ്പോൾ അതെങ്ങനെ നമ്മൾ തിരിച്ചറിയും? ആ സെന്റൻസ് കേൾക്കുമ്പോൾ സന്ദർഭം നോക്കിയിട്ട് നാം എന്ത് ചെയ്യും? കൃത്യം തിരിച്ചറിയും. ആ ഫുൾ സെന്റൻസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ പറഞ്ഞു വരുന്നത് എന്താ. ഇന്നലെ ആ പ്രിയപ്പെട്ടവൻ വന്നു എന്നാ പറഞ്ഞത്. അടുത്തത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നാളെ അവൻ വരുമെന്നാ പറഞ്ഞത്. അങ്ങനെയല്ലേ മനസ്സിലാക്കുന്നേ? അപ്പോൾ ചുമ്മാ കല്ലെന്ന് പറഞ്ഞു വെക്കുവോ? അപ്പോൾ ഒരു സന്ദർഭം, ആ സെന്റൻസ് കേൾക്കുമ്പോൾ നമുക്ക് സന്ദർഭം പിടികിട്ടും. അപ്പോൾ സന്ദർഭം അനുസരിച്ച് വേണം കാര്യങ്ങളെ മനസ്സിലാക്കാൻ. ഈ 3-ാം അധ്യായം മത്തായി 3-7 മുതൽ 10 വരെ താൻ ഇസ്രായേലിനോട് സംസാരിക്കുകയാണ്. കാട്ടുകല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉണ്ടാക്കും. ദൈവത്തിൻ്റെ പ്രോഗ്രാം അല്ലേ അത്? നേരത്തെ കാലത്തെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, നിന്നാൽ സകല ജാതികൾ എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. എൻ്റെ പുത്രൻ നിന്റെ കുടുംബത്തിൽ ജനിച്ച് നിന്റെ വഴിയിൽ ജനിച്ച് അങ്ങനെ ഈ ജനത്തെ എല്ലാം വീണ്ടെടുക്കാനുള്ള പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത് അവിടെ. അടുത്തത് ഈ 11-ാം വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ വേറൊരു ആംഗിളിൽ നിന്നുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്. ആ 11-ാം വാക്യം ഒന്നുകൂടെ വായിക്കും. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേയുള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരിപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. സാധാരണഗതിയിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് അഗ്നി അഭിഷേകം. അത് അതാ ഇവിടെ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്. ഈ അഗ്നി അഭിഷേകക്കാർക്ക് ഇച്ചിരി ചില്ലറ കൂടുതൽ കിട്ടും. സാധാ അഭിഷേകക്കാർക്ക് ചില്ലറ കുറവായിരിക്കും. അഗ്നി അഭിഷേകക്കാർ എപ്പോഴും ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഒരു അഗ്നി അഭിഷേകത്തിൽ നിൽക്കുകയല്ലേ, ഭയങ്കര അഭിഷേകത്തിൽ. ഈ അഗ്നി അഭിഷേകമൊക്കെ ഉണ്ടായിട്ട് സ്വഭാവത്തിനൊരു മാറ്റമില്ല. ഈ അഗ്നി അഭിഷേകമൊക്കെ ഉണ്ട്, സത്യം, സമ്മതിച്ചു. പക്ഷെ സ്വഭാവത്തിൽ എന്താ ഒരു മാറ്റം വരാത്തെ? ഈ അഭിഷേകം എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്താ ചിന്തിക്കുന്നത്? നമുക്ക് ഒത്തിരി പാളിച്ചകൾ പറ്റിപ്പോയി, തിരുത്തേണ്ട സമയം കഴിഞ്ഞും പോയി. അഭിഷേകം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്താ ചിന്ത വരുന്നത്? നമ്മുടെ ഉള്ളിൽ ചിന്ത വരുന്നത് ഈ അഭിഷേകം എന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ എവിടെയാ കണ്ടു തുടങ്ങിയത്? എവിടെ? പുതിയ നിയമത്തിലോ? പഴയ നിയമം മുതൽ നമ്മൾ കാണുകയാണ്. പഴയ നിയമത്തിൽ പുരോഹിതന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? അഭിഷേകം ചെയ്യുന്നുണ്ട്. പിന്നെ ആരെയാ? രാജാക്കന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? അഭിഷേകം ചെയ്യുന്നുണ്ട്. പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യുന്നു, രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നു. ഈ അഭിഷേകത്തോട് ബന്ധപ്പെടുത്തി നാം എന്തായിരിക്കും കാണുന്നത്? ഒരു പ്രവൃത്തിയല്ലേ കാണുന്നത്? ഒരുവനെ അഭിഷേകം ചെയ്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വീട്ടിൽ പോയിരിക്കാനാണോ? ഒരുത്തനെ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി അവനെ അഭിഷേകം ചെയ്തു, വേർതിരിച്ചു, അവൻ്റെ മേൽ അഭിഷേകതയിൽ ഒഴിച്ചു. അപ്പോൾ കാണിക്കുന്ന എന്തോ ഒരു പ്രവൃത്തിയാണ്. രാജാവിനെ അഭിഷേകം ചെയ്യുമ്പോൾ കാണിക്കുന്നത് എന്താ?
ഒരു പ്രവൃത്തി. പുതിയ നിയമ വിശുദ്ധന്മാരായ നമ്മെ ഇത് രണ്ടും കൂടെ ഒരുമിച്ചാക്കുക. രാജാക്കന്മാരും പുരോഹിതന്മാരും. പുരോഹിതന്മാരെന്നുള്ള നിലയിൽ ദൈവസന്നിധിയിൽ നിന്ന് നാം ശുശ്രൂഷിക്കുന്നു. രാജാക്കന്മാരെന്നുള്ള നിലയിൽ നാം ആത്മലോകത്തെ വാഴണം. ആത്മലോകത്തെ വാഴാൻ വേണ്ടി വിളിച്ചിരിക്കുന്നവരാ നാം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിപ്പുണ്ട്. പക്ഷെ നമ്മൾ കേട്ടിരിക്കുന്നത് തന്നെ അഭിഷേകം ചെയ്യുന്ന പറഞ്ഞാൽ പിന്നെ ചറവറ അന്യഭാഷ പറയും, പരിപാടി അവസാനിച്ചു. അഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്യഭാഷയാന്ന് മാത്രം ഒരു ചിന്തയുള്ളൂ. അഭിഷേകം ചെയ്തവൻ അന്യഭാഷയിൽ സംസാരിക്കും, അത് വേറെ കാര്യം. ജനം അങ്ങ് വഞ്ചിക്കപ്പെടുകയാണ്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ആരോടാ? ദൈവത്തോട് സംസാരിക്കുന്നു. അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു, തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നു. അപ്പോൾ ഈ രാജാക്കന്മാർ ദൈവത്തോട് സംസാരിക്കുകയാണ്. വരാൻ പോകുന്ന പുതിയ ഭൂമിയും പുതിയ ആകാശവും, വരാൻ പോകുന്ന പുതിയ ആകാശത്തിന്റെ കീഴിലുള്ള പുതിയ ഭൂമി, ആ പുതിയ ഭൂമിയിലേക്ക് പുതിയ യെരൂശലേം എന്ന് പറയുന്ന ഒരു നഗരം ഇറങ്ങാൻ പോവുക. അതിനകത്ത് അവന്റെ രാജാക്കന്മാർ ഇരുന്ന് ഭരിക്കും വരാൻ പോകുന്ന നിത്യതയെ മുഴുവനും. അതല്ല ഇപ്പോഴേ സംസാരിക്കുകയല്ലേ? ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനത്തെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടവരല്ലേ? ഇസ്രായേലിനോട് സംസാരിച്ചത് യോഹന്നാനാണോ? ഈ 7-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെ ഇസ്രായേലിനോട് സംസാരിച്ചത് ആരാ? ജീവനുള്ള ദൈവമാണ് സംസാരിച്ചത്, യോഹന്നാനല്ല. യോഹന്നാനാണോ? യോഹന്നാൻ ഒരു മനുഷ്യനായിട്ട് അവിടെ നിന്നല്ലേ ഉള്ളൂ. സംസാരിച്ചത് സ്വർഗമാ. ഇസ്രായേലിനോട് സംസാരിച്ച ദൈവത്തിന് മുഖപക്ഷമുണ്ടോ? ആ ദൈവം നമ്മോട് മൃദു സമീപനത്തിലേക്ക് വരുവോ? അപ്പൊ നാം പരിചയപ്പെടുന്ന ഏത് ദൈവത്തെയാ? ഇസ്രായേലിനോട് പറയാണ് കോടാലി റെഡിയാന്ന്. നമ്മോട് പറയാണ് കുഴപ്പമൊന്നുമില്ല, ഞാനങ്ങ് സാരമില്ല, ഞാൻ കൃപാലുവല്ലേ. അങ്ങനെയാണോ നമ്മോട് പറയുന്നത്? അവിടെ കോടാലിയാ വെച്ചിരിക്കുന്നെങ്കിൽ നമ്മുടെ അടിയിൽ വലിയ ആക്സോ ബ്ലേഡ് ഉണ്ടല്ലോ, കറണ്ടിന്റെ സ്വിച്ച് ഇടുന്നത്, ആ സാധനം വെച്ചിട്ടായിരിക്കും പൂശുന്നത്. അവിടെ കോടാലിക്ക് എത്ര വെട്ടിയല്ല വെട്ടുന്നതിനിടയ്ക്കെങ്കിലും എൻ്റെ കർത്താവേ മനസ്സലിയുടേതെങ്കിലും പറയാം. ഇവിടെ അതൊന്നുമല്ല, ടിക്ക് ഒരു സ്വിച്ച് ഇടുമ്പോഴത്തേക്കും തടി മറിഞ്ഞിരിക്കും. ദൈവത്തെ പരിഹസിച്ചു കൂടാ. ദൈവം ആരെന്നാ നമ്മുടെ വിചാരം? നമ്മൾ ദൈവത്തെ ഒരു തരം താണവനായി കാണാൻ തുടങ്ങി നമ്മുടെ പ്രസംഗകര് മൂലമാ. നമ്മിൽ പലരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാ പറയുന്നത്, ഈ സത്യത്തിന് വേണ്ടി നിൽക്കാത്തവന്റെ എല്ലാം ചോട്ടി കോടാലി ഇരിപ്പുണ്ട്. ഇപ്പൊ വെട്ടുന്നില്ലതേ ഉള്ളൂ, വെട്ടും ഒരു ദിവസം. പക്ഷെ ഒരാശ്വാസം, ഇസ്രായേലിന്റെ നടുവിൽ നിന്നോട്ട് ഒരാശ്വാസം പറയുകയാണ്. ചരിത്രം, മനുഷ്യവർഗത്തിന്റെ ചരിത്രം എടുത്ത് പഠിക്കുമ്പോൾ വീണുപോയ ചരിത്രം കാൽവറി വരെ ഒരു മനുഷ്യനും ജഡത്തെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാൽവറി വരെയുള്ള സകല മനുഷ്യരുടെയും ചരിത്രം പഠിക്കുമ്പോൾ അബ്രഹാമിന്റെ ആകട്ടെ, ഇസ്ഹാക്കിന്റെ ആകട്ടെ, യാക്കോബിന്റെ ആകട്ടെ, ദാവീദിന്റെ ആകട്ടെ, ആരുടെ ആകട്ടെ, അവരെല്ലാം ജഡത്തിൽ പലപ്പോഴായി പരാജയപ്പെട്ടവരാ. ജയത്തിന്റെ പുത്തരധ്യായം തുറക്കുന്നത് കാൽവറി മുതലാണ്. മാളിക മുറി മുതൽ ജയത്തിന്റെ രജത രേഖകൾ തുറക്കുകയാണ്. അതാണ് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോ, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. 12-ാം വാക്യത്തിലേക്ക് വാ വേഗം. കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് തന്റെ കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിൽ ഇട്ടുകളയും. അപ്പൊ ഇവിടെയും തീ കാണുക, മൊത്തം തീമയമായി. ഈ വായിച്ച വാക്യത്തിലെല്ലാം എല്ലാ തീയും കൂടി നമ്മൾ എന്ത് ചെയ്തു? കൺകോർഡൻസ് നോക്കിയപ്പോൾ എല്ലാ തീയും കൂടെ ഒരുമിച്ചാണ് കിടക്കുന്നത്. നമ്മൾ ഓക്കെ സമ്മതിച്ചു, എല്ലാം തീ ന്യായവിധിയാന്ന്. ഈ 10-ാം വാക്യം വരെ ഞാൻ പറഞ്ഞു. 10-ാം വാക്യം വരെ എന്താ പറയുന്നത്? ന്യായവിധിയെ കുറിച്ച് തന്നെയാ പറയുന്നത്. എന്നാൽ ഒരു ആശ്വാസം, പരാജയപ്പെട്ട് നിൽക്കുന്ന മനുഷ്യവർഗത്തിന്റെ നടുവിൽ ഒരു ആശ്വാസ വചനമാ 11-ാം വാക്യത്തിൽ. ഒരുവൻ എൻ്റെ പിന്നാലെ വരുന്നുണ്ട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ അഗ്നി ഉണ്ട് സഹോദരങ്ങളെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഗ്നിയല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ അഗ്നിയുണ്ട്. 12-ാം വാക്യം നാം വായിക്കുന്ന വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് തന്റെ കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിൽ ഇട്ട് കളയും. അവിടെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്, പതിർ എന്നൊരു വാക്ക് ഇല്ല. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് എന്താണ്? ചാഫ് എന്നുള്ള വാക്കാണ് ഇംഗ്ലീഷിൽ. അതിന് മലയാളത്തിൽ വരുമ്പോൾ
അതിൻ്റെ ഉമി എന്ന് പറയും. അതിൻ്റെ ഔട്ടർ ഷെൽ അതിനെന്ത് പറയും? ഉമി അല്ലേ, പുറം കവർ. അതായത് നമ്മൾ കടയിൽ പോയി ഗോതമ്പ് മേടിക്കുമ്പോൾ ഒരു സ്വർണ്ണ നിറമുള്ളൊരു ഗോതമ്പ് കാണുന്നു, അങ്ങനെയല്ല കാണേണ്ടത്. ആ ഗോതമ്പിനോടുള്ള ബന്ധത്തിൽ ആ ഗോതമ്പ് പൊതിഞ്ഞ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ഔട്ടർ ഷെല്ലുണ്ട്, ബ്രാൻ. അതെല്ലാം കളഞ്ഞിട്ടോ നമുക്ക് നല്ല ഭംഗിയായിട്ട് തൂത്ത് തുടച്ചാൽ കൈ കിട്ടുന്നത്. അല്ലെ പിന്നെ റേഷൻ കടയിൽ പോകേണ്ടി വരും. റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഗോതമ്പ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സൈസും വരും അതിനകത്ത്. നിറമുള്ളതും വരും, ഈ കൊയ്തുകൊണ്ട് വന്ന രീതിയിലുള്ള അങ്ങനെ തന്നെയുള്ളതെല്ലാം ആ കൂട്ടത്തിൽ കാണാം. അപ്പോൾ ആ ഗോതമ്പ് നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ച് കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട്. ആ സാധനം അതാണ് അതിൻ്റെ ബ്രാൻ, അതിൻ്റെ ഔട്ടർ ബ്രാൻ, അതാണ് ചാഫ് എന്ന് പറയുന്നത്. ആ ചാഫ് അത് ആ ഗോതമ്പിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ബഹുമാനപ്പെട്ട പ്രസംഗികൾ അവർ വളരെ ആദരണീയരാണ്, ഞാൻ അവരെ ബഹുമാനിക്കുന്നു. അവരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അവിടെ പതിർ എന്നുള്ളൊരു വാക്കില്ല. കേരളം മുഴുവൻ എടുത്ത് പഠിക്കുമ്പോൾ മലയാളത്തിൽ ഇതിന് ഉപയോഗിക്കുന്ന നെല്ലോ ഗോതമ്പോ എന്തു ആകട്ടെ, കൊയ്ത് കൊണ്ടുവന്നിട്ട് പാറ്റി റെഡിയാക്കുമ്പോൾ അതിന് ഗോതമ്പല്ലാത്ത അല്ലെങ്കിൽ നെല്ലല്ലാത്ത, നെന്മണി അകത്തില്ലാത്ത അതിനെന്തെന്ന് വിളിക്കും? പതിരെന്ന് വിളിക്കും. മുഴു കേരളത്തിലെയും ഭാഷ അത് തന്നെയാണ്, പതിരെന്ന് വിളിക്കും. പക്ഷെ ഇവിടെ പറയുന്ന ആ പതിരിൻ്റെ കാര്യമല്ല. ഇവിടെ നമ്മുടെ ഉള്ളിലൊരു സങ്കല്പമുണ്ട്, കൊയ്തുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ആ ഗോതമ്പ് എല്ലാം കൂടെ അല്ലെങ്കിൽ ആ നെല്ലെല്ലാം കൂടെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഇട്ട് വീശുമല്ലോ. വീശി കഴിഞ്ഞിട്ട് ആ വീശി അതിൻ്റെ പതിരെല്ലാം വേറൊരു സൈഡിലേക്ക് ആക്കും. മൊത്തത്തിൽ പറഞ്ഞ നെല്ല് അല്ലെങ്കിൽ ഗോതമ്പ് അതൊരു സൈഡിലേക്ക് കൂട്ടി വെക്കുന്നു. ഒരു സൈഡിൽ എന്ത് കൂട്ടുന്നു? പതിർ കൂട്ടുന്നു. മറു സൈഡിൽ ഗോതമ്പ് കൂട്ടുന്നു അല്ലെങ്കിൽ നെല്ല് കൂട്ടുന്നു. എന്നിട്ട് ഈ പതിരെല്ലാം എടുത്തുകൊണ്ട് എവിടെ കൊണ്ടിടും? വായിച്ച രീതി അനുസരിച്ച് തീക്കകത്ത് കൊണ്ടിടും. അപ്പോൾ ന്യായവിധിയായി. അത് നാം പറഞ്ഞു വരുമ്പോൾ ന്യായവിധി ശരിയാ. പക്ഷെ ഇവിടുത്തെ അർത്ഥം അതല്ല. ഇവിടുത്തെ അർത്ഥം ആഴത്തിൽ ചിന്തിക്കുമ്പോൾ, നമ്മെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യനുണ്ട്, പുറത്തെ മനുഷ്യനുണ്ട്. അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും. ഈ ദേഹം, ദേഹി, ആത്മാവ്, ഈ മൂന്ന് കാര്യം പറയുമ്പോൾ നമ്മുടെ ആത്മാവിലാണ് ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് വന്ന് വീണ് ഒരു അകത്തെ മനുഷ്യൻ, ഒരു ഇൻവേർഡ് മാൻ, ഒരു ഇന്നർ മാൻ, ഒരു അകത്തെ മനുഷ്യൻ ജനിച്ചിരിക്കുന്നു. ആ അകത്തെ മനുഷ്യനിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. അടുത്തത് നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ എത്രയോ വട്ടം ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാ, എങ്കിലും പുതിയ ആൾക്കാരുള്ളത് കൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ആ പുറമേയുള്ള മനുഷ്യൻ, സോൾ, ആ ദേഹിയെ അല്ലെങ്കിൽ പ്രാണനെയാണ് പുറമേയുള്ള മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. ഈ പുറമേയുള്ള മനുഷ്യനിൽ ജഡം വസിക്കുന്നു. പുറമേയുള്ള മനുഷ്യനിൽ എന്തുണ്ട്? ജഡമുണ്ട്. നമ്മുടെ ആത്മാവിൽ ദൈവവചനമാകുന്ന വിത്ത് വീണ ഒരു അകത്തെ മനുഷ്യൻ വന്നു. ആ അകത്തെ മനുഷ്യനിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. പുറമേയുള്ള മനുഷ്യനിൽ എന്തുണ്ട്? ജഡമുണ്ട്. നമ്മുടെ ജഡത്തിൽ വല്ല നന്മയുണ്ടോ? ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല. ഇനി നമ്മുടെ വീണ്ടെടുപ്പിന്റെ പ്രോഗ്രാം ഒന്ന് മനസ്സിൽ ഉള്ളിൽ കൊണ്ടുവരിക. കർത്താവിൻ്റെ ക്രൂശുമരണം മൂലം ഒഴുകിയ രക്തം മൂലം നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് നടന്നു. നമ്മുടെ പ്രാണന്റെയും അഥവാ സോൾ, ആ പ്രാണന്റെയും ശരീരത്തിന്റെയും വീണ്ടെടുപ്പ് നടക്കാൻ പോകുന്നുള്ളൂ. അതിനുള്ള കാഹളത്തിന് വേണ്ടി നാം ഞരങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. ആ ഞരക്കം ഉള്ളതുകൊണ്ടല്ലേ സന്ധിക്ക് ഇവിടെ വന്നത്. അല്ലെങ്കിൽ ഈ പ്രസംഗം കേട്ടിരിക്കുവോ? എപ്പ ഗുഡ് ബൈ പറഞ്ഞെന്ന് ചോദിച്ചാൽ മതി. കാഹളം ധരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ ദേഹിയും നിങ്ങളുടെ ദേഹവും അശേഷം അവൻ്റെ സന്നിധിയിൽ ശുദ്ധിയുള്ളതായി വിശുദ്ധീകരിക്കപ്പെട്ട നിലയിൽ നിൽക്കണമെന്നാണ് തെസ്സലോനിക്കരോട് പറഞ്ഞത്. നമ്മോട് ഇത് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇത് മൂന്നും ആ ശുദ്ധിയോടുകൂടി നിൽക്കേണ്ടതുണ്ട്. എന്നാൽ വലിയൊരു പ്രോബ്ലം, നമ്മുടെ ഈ പറഞ്ഞ പുറമെയുള്ള മനുഷ്യനിൽ ജഡം വസിക്കുകയാണ്. ഈ കാര്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് യോഹന്നാൻ ഇതിന്റെ മർമ്മങ്ങൾ മനസ്സിലായിട്ടല്ല, തന്നെ കൊണ്ട് ദൈവം അത് പറയിപ്പിച്ചു, അത് എഴുതി വെച്ച് നമ്മുടെ മുമ്പിൽ തന്നു. എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ കയ്യിൽ എന്തുണ്ട്? വീശുമുറവുണ്ട്. വീശുമുറവുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ധരിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ വരുന്ന ഇതാണ് കൊയ്ത്ത് കഴിഞ്ഞിട്ട് നെല്ലെല്ലാം കൊണ്ടുവന്ന് മെതിച്ചെടുത്തിട്ട് അത് ഇങ്ങനെ കാറ്റത്ത് മുറം വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫാൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വീശുമ്പോൾ നെന്മണി ഒരു സൈഡിൽ വീഴുന്നു, പാതിര് വേറൊരു സൈഡിൽ വീഴുന്നു, അതെല്ലാം എടുത്ത് കൊണ്ടുപോയി തീയിലിടുന്നു എന്ന്. പക്ഷെ ഈ വാക്യത്തിന്റെ ആഴമേറിയ അർത്ഥത്തിലേക്ക് ഇത് ബ്രദറുകാർക്ക് വെളിപ്പെട്ടിട്ടില്ല. ഞാൻ ബ്രദറുകാരെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാന്ന് വെച്ചാൽ ഞാനായിരിക്കും. ഏറ്റവും കൂടുതൽ അവരെ ബഹുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. സഹോദരന്മാരെ, നമ്മൾ പ്രിയരെ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഉപദേശ വിഷയങ്ങൾ ഒരു ദയയില്ല, അലിവില്ലാതെ നമ്മൾ തുറന്നു കൊണ്ടുവരും. അതേ സമയം തന്നെ ഓർക്കണം, നാം ഇതെല്ലാം പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ആർദ്രതയിലായിരിക്കണം. ക്രിസ്തുവിൻ്റെ ആർദ്രതയിൽ തന്നെയാണ് പറയുന്നത്. ഒരു നുറുങ്ങിയ ഹൃദയത്തോടെയാണ് പറയുന്നത്. വീശുമുറം അവൻ്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും പ്രസംഗം ഇങ്ങോട്ട് കയറും. കണ്ടോ? ഇത് യാഗപീഠം കണ്ടോ? പ്രസംഗം നേരെ അങ്ങോട്ട് കടന്നു വരും. വീശുമുറം എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ ഈ തീയുടെ കാര്യം പറയാനായിട്ട് ലേവ്യ പുസ്തകം 9-ാം അധ്യായം 23-24 കൂടെ വായിക്കാം.
വളരെ മനോഹരമായൊരു വാക്യം, ചിരപരിചിതമായ വാക്യം. മോശയും അഹരോനും സമാഗമന കൂടാരത്തിൽ കടന്നിട്ട് പുറത്തു വന്നു ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ യഹോവയുടെ തേജസ്സ് സകല ജനത്തിലും പ്രത്യക്ഷമായി. യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ടു. യാഗപീഠത്തിന്മേലുള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചു. ജനമെല്ലാം അത് കണ്ടപ്പോൾ ആർത്തു സാഷ്ടാംഗം വീണു. ലേവ്യ പുസ്തകം 9:23-24 വായിച്ചത്. 9:23 and 24. ഓക്കെ, അവിടെ നാം വായിക്കുന്നത്, നാം കാണുന്ന 9-ാം അധ്യായം എന്ന് പറയുന്നത് തന്നെ നാം കാണുന്നത് ഈ സമാഗമന കൂടാരം എല്ലാം പണിയാൻ പറഞ്ഞു. ഇതെല്ലാം പണി കഴിഞ്ഞ് അതതിൻ്റെ ക്രമത്തിൽ യഹോവ കൽപ്പിച്ചതുപോലെ പണിതു. അതതിൻ്റെ ക്രമത്തിലെല്ലാം അടുക്കി വെച്ചു. കൂടാരം കയറ്റി എല്ലാം ഭംഗിയാക്കി. അത് കഴിഞ്ഞിട്ട് അവിടെ യാഗമർപ്പിക്കാൻ തുടങ്ങുകയാണ്. യാഗമെല്ലാം അർപ്പിച്ച് യാഗവസ്തു എല്ലാം യാഗപീഠത്തിൽ ഖണ്ഡം ഖണ്ഡമായി നുറുക്കി പ്രമാണപ്രകാരം 9:16 ഒന്ന് വായിച്ചേ, ഇടയിലൊന്ന് വായിച്ചേ. 9:16 അവൻ ഹോമയാഗം കൊണ്ടുവന്ന് അതും നിയമപ്രകാരം അർപ്പിച്ചു. കൊണ്ടുവന്ന കാര്യമൊക്കെ എങ്ങനെ ചെയ്തത്? നിയമപ്രകാരം എന്ന് പറഞ്ഞാൽ പ്രമാണപ്രകാരം പറഞ്ഞതുപോലെ ചെയ്തെന്ന്. പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് മോശയും അഹ്റോനും കൂടാരം അതിൻ്റെ പ്രതിഷ്ഠയാണ്, ആരംഭ ദിവസമാണ്. അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മോശയും അഹ്റോനും കൂടാരത്തിൽ നിന്ന് എന്ത് ചെയ്തു? പുറത്തേക്ക് കടന്നു. പുറത്തേക്ക് കടന്നപ്പോൾ എന്താ ജനം കാണുന്ന കാഴ്ച? കൂടാരത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ദൈവത്തിന്റെ മഹത്വം, ദൈവ തേജസ് ഇറങ്ങി. അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവ തേജസ് ഇറങ്ങി നിൽക്കുന്നു. അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവ തേജസ്. അവിടെ നിന്ന് തീ പുറപ്പെട്ടിട്ട് യാഗപീഠത്തിലിരിക്കുന്ന യാഗവസ്തുവിനെ എന്ത് ചെയ്തു? ദഹിപ്പിച്ചു. അങ്ങനെയല്ലേ വായിച്ചത്? അപ്പോൾ ഈ കൂടാരം എന്തുകൊണ്ടുണ്ടാക്കിയതാ? ഇത് തുണി കൊണ്ടും തുകൽ കൊണ്ടും മരം കൊണ്ടും ഉണ്ടാക്കിയതാണ്. ഈ മരത്തിന്റെ ഈ പലക എന്തുകൊണ്ടാണ് പൊതിഞ്ഞിരിക്കുന്നത്? സ്വർണം. സ്വർണത്തിന് ഹൈ വോൾട്ടേജ് തീ വന്നു കഴിഞ്ഞാൽ സ്വർണം എന്ത് ചെയ്യും? ചിരിച്ചോണ്ടിരിക്കുവോ? അത് ഉരുകിപ്പോകും. അപ്പോൾ ഈ അതിപരിശുദ്ധ സ്ഥലത്ത് തേജസ് ഇറങ്ങി. അവിടെ നിന്ന് തീ പുറപ്പെട്ടിട്ട് യാഗപീഠത്തിലെ യാഗവസ്തുവിനെ എന്ത് ചെയ്തു? ദഹിപ്പിച്ചു. ഇതൊരു മർമ്മമല്ലേ? ഈ കൂടാരം കത്തിപ്പോയോ? തീ കത്തുന്നു. മുൾപ്പടർപ്പിൽ എന്ത് കത്തുന്നു? അടുത്ത കാര്യം പ്രസംഗികൾ പറയുന്ന മുൾപ്പടർപ്പിൽ എന്ത് വരുന്നു? തീ കാണുന്നു. ന്യായവിധി. തീ കാണുമ്പോൾ എന്താ? അത് ഒരാംഗിളിൽ നിന്ന് ഒരാംഗിളിൽ നിന്ന് പറയുമ്പോൾ വലിയവനായ ദൈവം തന്റെ ജനത്തെ അവിടെ ദണ്ഡിപ്പിച്ച മിസ്രൈമിനെ ദണ്ഡിപ്പിക്കാൻ, അവരെ ദണ്ഡിപ്പിക്കാൻ തീയിൽ അവൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. ജീവനുള്ള ദൈവം എന്ത് ചെയ്തിരിക്കുക? മിസ്രൈമിനെ ദണ്ഡിപ്പിക്കാൻ ഇറങ്ങി വന്നിരിക്കുക. അതേസമയം തന്നെ ഈ പഴയ നിയമം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ച് നിഴലാണ്. നിഴൽ പഠിക്കുമ്പോൾ ഒരാംഗിളിൽ നിന്ന് അല്ലെന്ന് ഞാൻ പലവട്ടം പറഞ്ഞു, പിന്നെയും പറയാം. ഈ നിഴൽ അതിൻ്റെ അടുത്ത ആംഗിളിൽ നിന്ന് പഠിക്കുമ്പോൾ എന്താ കാണുന്നത്? മോശ എന്താ കാണുന്നത്? തീക്കകത്ത് മുൾപ്പടർപ്പ് നിൽക്കുകയാണ്. മുൾപ്പടർപ്പ് തീയിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കുക, പക്ഷെ വെന്തു പോകുന്നില്ല. കത്തി ചാരമായി പോകുന്നുണ്ടോ? ചാരമായി പോകുന്നില്ല. ആ മുൾപ്പടർപ്പ് ആരെ കാണിക്കുന്നു? ആ മുൾപ്പടർപ്പ് ഇസ്രായേലിനെ കാണിക്കുകയാണ്. ഇസ്രായേൽ അവിടെ അടുത്തൊരു കാര്യം കൂടെ വരികയാണ്. ഇതേ പർവ്വതത്തിൽ നീ ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് മടങ്ങി വരുമ്പോൾ ഇവിടെ വെച്ച് ഞാൻ നിനക്ക് അഗ്നിമയമായൊരു പ്രമാണം തരും. മുഖപക്ഷമില്ലാത്ത ദൈവമായ ഞാൻ മിസ്രൈമിനോട് ചെയ്തത് മിസ്രൈമിനോട് ചെയ്യാൻ പോവുക. നീ അതിന് കണ്ണാലെ കാണാൻ പോവുക. ഞാൻ നിനക്ക് എൻ്റെ പ്രമാണം തരും. ആ പ്രമാണത്തിൽ നിന്നില്ലെങ്കിൽ നിന്നെയും ഞാൻ ന്യായം വിധിക്കും. ഇസ്രായേലിനെ ദൈവം ന്യായം വിധിച്ചോ? ചരിത്രത്തിൽ വിധിച്ചോ? ഇല്ലയോ? ഇസ്രായേലിനെ ദൈവം ന്യായം വിധിച്ചില്ലേ? എത്ര വർഷമാ ഭൂലോകത്തിലെല്ലാം അലഞ്ഞുഴലേണ്ടി വന്നത്? അശൂർ വഴി, നെബൂഖദ്നേസർ വഴി, പിന്നീട് ഭൂതലം മുഴുവനും അവൻ എന്ത് ചെയ്യേണ്ടി വന്നു? ആലഞ്ഞ് പരസ്യ കോലമാകേണ്ടി വന്നു. ലഭിക്കപ്പെട്ട പ്രമാണത്തിൽ തേജോമയനായ ദൈവം അഗ്നിയിൽ ഇറങ്ങി കൊടുത്തതാ. ആ അഗ്നി എന്താ കാണിക്കുന്നത്? അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ് എന്ന് പറഞ്ഞാൽ അവൻ ന്യായം വിധിക്കുന്ന ദൈവമാ. ആ ന്യായം വിധിക്കുന്ന ദൈവം ഇരുപക്ഷത്തോട് ഒരുപോലെയാ. മിസ്രൈമ്യരോട് വേറെ രീതിയിൽ, ഇവരോട് വേറെ രീതിയിലല്ല. ഇവിടെ അടി ഡബിളായിരിക്കും. മിസ്രൈമ്യരെ ദൈവം ഇത്രയും ദണ്ഡിപ്പിച്ചോ? ഒന്ന് പറഞ്ഞേ. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ സംഭവിച്ച ചരിത്ര രേഖയല്ലേ കയ്യിലിരിക്കുന്നത് നമ്മുടെ? മിസ്രൈമിനെ ദൈവം ദണ്ഡിപ്പിക്കാൻ വന്നെന്ന് നമ്മൾ പറഞ്ഞു, ഓക്കെ, സമ്മതിച്ചു. മിസ്രൈമിനെ ദൈവം ദണ്ഡിപ്പിക്കൽ എത്ര ദിവസത്തേക്കേ ഉണ്ടായുള്ളൂ? ഒരു ചുരുങ്ങിയ കാലത്തേക്കേ ഉണ്ടായുള്ളൂ. ആ ബാധയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ദൈവം ജനത്തെ വിടുവിച്ചുകൊണ്ട് പോയി. എന്നാൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവം ഇടപെട്ടത് എങ്ങനെയാ? കാനത്ത പ്രഹരങ്ങളല്ലേ വന്നത്? ദൈവത്തിന്റെ റൂട്ടിൽ നിൽക്കാതെ വന്നപ്പോൾ 40 വർഷമല്ലേ മരുഭൂമി വട്ടം കറങ്ങേണ്ടി വന്നേ? ദൈവം കറക്കിയതാണോ? സ്വയം കറങ്ങിയതാ. അത് പഠിച്ചു വരുമ്പോൾ മനസ്സിലാവും. അവർ സ്വയം ദൈവത്തെ അനുസരിക്കാൻ കൂട്ടാക്കാതെ മത്സരികളായ അവരെ ദൈവം എന്ത് ചെയ്തു? വട്ടം കറങ്ങാൻ വിട്ടു. കറങ്ങിപ്പോയതാണ്. പിന്നീട് ചരിത്രം എടുത്ത് പഠിക്കുമ്പോൾ നെബൂഖദ്നേസറിന്റെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കേണ്ടി വന്നില്ലേ?
അശൂറിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വന്നില്ലേ? ലോകം മുഴുവനും ഒരു നേരത്തെ ഭക്ഷണത്തിന് ഭിക്ഷക്കാരെ പോലെ തെണ്ടി ഇസ്രായേൽ. സ്പെയിനിലും ജർമ്മനിയിലും റഷ്യയിലും ലോകത്തിലെല്ലാം. കാരണം എന്നാ? ലഭിക്കപ്പെട്ട പ്രമാണത്തിൽ എന്ത് ചെയ്തില്ല? ലംഘിച്ചു, അതിൽ നിലനിന്നില്ല എന്ന കാരണത്താൽ. അപ്പോൾ തീ എന്ന് പറയുമ്പോൾ, തീയിൽ ഇറങ്ങി എന്ന് പറയുമ്പോൾ അതൊരു അർത്ഥമാണ്. എന്നാൽ അടുത്തൊരർത്ഥം കൂടെ കേൾക്കുക. സങ്കീർത്തനം 86:17 ഇങ്ങനെയുണ്ട്. ദാവീദ് ചോദിക്കുന്നുണ്ട്, നന്മയ്ക്കായ ഒരു അടയാളം, ഞങ്ങളെ നിന്ദിക്കുന്നവരുടെ നടുവിൽ നന്മയ്ക്കായ ഒരു അടയാളം തരണമെന്ന്. എടുക്കണ്ട, കേട്ടുകൊള്ളുക. ഞങ്ങളെ നിന്ദിക്കുന്നവരുടെ നടുവിൽ നന്മയ്ക്കായ ഒരു അടയാളം തരണമെന്നുള്ള ചോദ്യത്തിന് ദാവീദിനോട് സ്വർഗത്തിന് പറയാനുള്ള മറുപടി ഇത്രയേ ഉള്ളൂ. നിന്റെ പൂർവനായ മോശ മുൾപ്പടർപ്പിൽ കണ്ടൊരു കാഴ്ചയില്ലേ, അതുപോലൊരു കാഴ്ച നീയും കാണുക. എന്താ കാഴ്ച? മുൾപ്പടർപ്പിൽ നിന്ന് കത്തുന്നുണ്ടെങ്കിലും, തീ മുൾപ്പടർപ്പിൽ കത്തുന്നുണ്ടെങ്കിലും മുൾപ്പടർപ്പ് എന്ത് ചെയ്യുന്നില്ല? വെന്തു പോകുന്നില്ല. ഇതാണ് ചരിത്രം. ഇതാണ് ദാവീദിനുള്ള ആശ്വാസം. തീ എത്ര കത്തിയെന്ന് പറഞ്ഞാലും ദാവീദേ, ഈ ഇസ്രായേൽ എന്ത് ചെയ്യുന്നില്ല? കത്തിപ്പോകുന്നില്ല. അത് എൻ്റെ ജനമാ, വെന്തു പോകുന്നില്ല. എനിക്ക് പദ്ധതിയുണ്ട്. തീയുടെ അനുഭവത്തിലൂടെ ഞാൻ വിടും, അത് വേറെ കാര്യം. എന്നെ അനുസരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? തീയുടെ അനുഭവത്തിലൂടെയൊക്കെ പോകേണ്ടി വരും അവരോടുള്ള ബന്ധത്തിൽ. ആ ഭാഗം അങ്ങനെ പറയാണ്. അടുത്തൊരു കാര്യം, ഈ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ലേവ്യ പുസ്തകത്തിൽ നാം വായിച്ചു, അതിപരിശുദ്ധ സ്ഥലത്ത് എന്തു വന്നു? ദൈവമഹത്വം വന്നു. അവിടെ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിലെ യാഗവസ്തുവിനെ ദഹിപ്പിച്ചു കളഞ്ഞു. അതുപോലെ നമ്മോടുള്ള ബന്ധത്തിൽ നാം ആത്മാവായ ദൈവത്തെ ആരാധിക്കാനും അവൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യനിൽ തേജസ് വെളിപ്പെടും. നമ്മുടെ അകത്ത് എന്ത് വരും? തേജസ്. അവിടെ നിന്ന് തീ പുറപ്പെട്ട് പുറത്തെയുള്ള മനുഷ്യനിൽ ഒരുക്കിയിരിക്കുന്ന യാഗപീഠത്തിൽ അവിടെയുള്ള സകലതിനെ എന്ത് ചെയ്യും? ദഹിപ്പിച്ചു കളയും. പരിശുദ്ധാത്മാവിൽ അഗ്നിയുണ്ട്. അതുപോലെ ആ പ്രിയപ്പെട്ടവൻ പറയുന്നു, ദൈവവചനത്തിൽ തീയുണ്ടെന്ന്. അത് സമ്മതിക്കാം. ദൈവവചനത്തിൽ തീയുണ്ടെന്ന് യിരെമ്യാവിലില്ലേ? യിരെമ്യാവ് 23:29 എഴുതിയിരിക്കുന്നത്, എൻ്റെ വചനം തീയാണ്. എന്നാൽ അടുത്തൊരു വാക്യം ഞാൻ നിങ്ങളോട് പറയാം. യോഹന്നാൻ 10:30 ഞാനും പിതാവും ദൈവം ആത്മാവാകുന്നു. യേശു പറയാണ്, ഞാനും പിതാവ് ഒന്നാകുന്നു, ദൈവം ആത്മാവാകുന്നു. അപ്പോൾ എന്നിൽ എന്തുണ്ട്? വചനത്തിൽ എന്തുണ്ട്? തീയുണ്ട്. അപ്പോൾ ആ തീ എവിടെ ഉണ്ടാവും? പിതാവിലും ഉണ്ടാവും. ആ തീ ആത്മാവിലും ഉണ്ടാവും. നമ്മെ സംബന്ധിച്ച് ഇത് ടെക്നിക്കൽ ടേംസ് ഒന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നാം 3 ദൈവത്തെ അല്ല സേവിക്കുന്നത്. സാധാരണ പറയാറുണ്ടല്ലോ പ്രസംഗികൾ, തൃത്വത്തിൽ ഒന്നാമനായ പിതാവ്, തൃത്വത്തിൽ രണ്ടാമനായ ക്രിസ്തു, മൂന്നാമനായ പരിശുദ്ധാത്മാവ് എന്നൊക്കെ. ഇവിടെ 1, 2, 3 ആരാ ക്ലാസിഫിക്കേഷൻ കൊടുത്തത്? ഇവിടെ 1, 2, 3 ഒന്നുമില്ല. നാം സേവിക്കുന്ന ദൈവം ട്രൈയൂൺ ഗോഡ്, ഏക ദൈവം. ആ ത്രിയേക ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഞാനും പിതാവ് ഒന്നാണ്. നമുക്ക് 3 ദൈവമുണ്ടോ? വചനത്തിൽ തീയുണ്ട്, അതുപോലെ തന്നെ ആത്മാവിലും എന്തുണ്ട്? തീയുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് അഗ്നിയാന്ന് നമ്മൾ പഠിപ്പിക്കുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് എന്തല്ല? അഗ്നിയല്ല. എന്നാൽ ആത്മാവിൽ എന്തുണ്ട്? അഗ്നിയുണ്ട് എന്ന് പറഞ്ഞാൽ തീയുണ്ട്. അപ്പൊ ആ ആത്മാവിന്റെ പ്രോഗ്രാമാ പറഞ്ഞത്. അതിപരിശുദ്ധ സ്ഥലത്ത് തേജസ്സും, അവിടെ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിലെ യാഗവസ്തുവിനെ ദഹിപ്പിക്കും. അദ്ദേഹം അതിനകത്ത് പറയുന്നത്, ഈ യാഗപീഠത്തിൽ വന്ന തീ എന്ന് പറയുന്നത് കോപാഗ്നിയാണ്. യാഗപീഠത്തിൽ വന്ന എന്താണ്? ദൈവത്തിന്റെ കോപാഗ്നിയാണ്. അടുത്ത വാക്ക് അദ്ദേഹം പറയുന്നത്, വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന വിളക്ക്, നിലവിളക്ക് അഥവാ കവരവിളക്ക്, ആ വിളക്കിൽ കത്തുന്ന തീ എന്ന് പറയുന്നത് ഏതാണ്? അത് വേറെ തീയാണ്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കരുതെന്നാണ് പറയുന്നത്. അപ്പം നമുക്കൊരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ട്, സാമാന്യം തൃപ്തികരമായ ഒരു വലിയ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ഇതാണ്: ഈ വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന വിളക്ക് കത്തിച്ച തീ എവിടെ നിന്ന് കൊണ്ടുവന്നതാ? യാഗപീഠത്തിലെ തീ കോപാഗ്നിയാന്ന് പറഞ്ഞ് സമ്മതിച്ചു. വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന വിളക്ക് കത്തിച്ച തീ എവിടെ നിന്ന് കൊണ്ടുവന്നതാ? അല്ലെങ്കിൽ ആ തീ എവിടെ നിന്ന് കൊണ്ടുവന്നത് കത്തിച്ചു? യാഗപീഠത്തിൽ നിന്നല്ലേ തീ കൈമാറുന്നത്. അപ്പൊ യാഗപീഠത്തിൽ കോപാഗ്നിയ വന്നെന്ന് പറഞ്ഞ് സമ്മതിക്കാൻ പറ്റുമോ? പറ്റണം. പറ്റില്ല എന്നാരാ പറഞ്ഞേ? യാഗപീഠത്തിൽ വന്നത് ദൈവത്തിന്റെ കോപാഗ്നിയാണ്. അങ്ങനെ പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. നമുക്ക് അടുത്ത ദിവസത്തേക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ യാഗപീഠത്തിൽ എത്ര യാഗം നടത്തും ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ? അപ്പൊ ഞങ്ങളിനി ന്യായപ്രമാണമൊക്കെ പഠിക്കണമെന്നാണോ? ഇത് അറിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ പ്രസംഗം വരുമ്പോൾ നിങ്ങളും കറങ്ങും. ചുമ്മാ കിടന്ന് പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങേണ്ടി വരും. അഗ്നി അഭിഷേകം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ച്. ഈ യാഗപീഠത്തിൽ 5 യാഗം നടക്കും. ഒന്ന് ഏതാ? ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, പാപയാഗം, അകൃത്യയാഗം. ഈ യാഗങ്ങളെ 2 ഗ്രൂപ്പായിട്ട് തിരിക്കും. ആദ്യത്തെ 3 സൗരഭ്യവാസനയുള്ള യാഗങ്ങൾ, അവസാനത്തെ 2
ഒരു സൗരഭ്യവും ഇല്ല. അകൃത്യയാഗവും പാപയാഗവും സൗരഭ്യമൊന്നും അല്ല പരത്തുന്നത്, ദുർഗന്ധമല്ലേ വരുന്നത്. അകൃത്യയാഗവും പാപയാഗത്തോടുള്ള ബന്ധത്തിൽ ഈ 5 യാഗങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു വാക്ക എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച പരമയാഗം. ആ പരമയാഗത്തിനകത്ത് എന്തു വന്നു? ഈ 5 യാഗങ്ങളും അതിനകത്ത് വന്നു. യേശു ക്രിസ്തു നമുക്ക് പകരമായി യെശയ്യാവ് ആത്മാവിൽ കണ്ടു. അവൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് നമുക്ക് വേണ്ടി ശിക്ഷാവിധിയാൽ അവൻ എടുക്കപ്പെട്ടു. അവൻ നമുക്ക് വേണ്ടി എന്തായി? അകൃത്യയാഗമായി തീർന്നു. അവൻ നമുക്ക് വേണ്ടി ഒരു പാപയാഗമായി തീർന്നു. ആ യാഗത്തിന് മീതെ വരുന്ന അഗ്നിയെ നമ്മൾ എന്തെന്നാ പറയുന്നത്? കോപാഗ്നിയാണ് വന്നത്. നമുക്ക് പകരമായി മറുവിലയായി യേശു അവിടെ കത്തിച്ചാമ്പലായി ദൈവ കോപാഗ്നിയിൽ. യേശുവല്ല, പാപമാ കത്തിയത്. യേശു ആരായിന്നാ പൗലോസ് പറയുന്നത് കൊരിന്ത്യർ ലേഖനത്തിൽ? പാപം അറിയാത്തവൻ നമുക്ക് വേണ്ടി പാപമായി പാപത്തിന്റെ മീതെ ദൈവത്തിന്റെ കോപാഗ്നി വെളിപ്പെട്ടു. അത് സമ്മതിച്ചു. പക്ഷെ ഹോമയാഗത്തിലും ഭോജനയാഗത്തിലും സമാധാനയാഗത്തിലും കോപമാണോ വരുന്നത്? ഈ 3 യാഗങ്ങളും അർപ്പിക്കുന്നത് കൃതജ്ഞതാ പുരസ്സരം അർപ്പിക്കുന്നതാണ്. താങ്ക്സ് ഗീവിംഗ് യാഗങ്ങളാണതെല്ലാം. ആ യാഗങ്ങളിൽ ദൈവത്തിന്റെ പ്രസാദമല്ലേ വെളിപ്പെടുന്നത്? അതേ കോപമാണോ വെളിപ്പെടുന്നത്? ആ യാഗങ്ങൾ, യേശു ക്രിസ്തു ഒരു ഹോമയാഗമായിരുന്നു, അവനൊരു ഭോജനയാഗമായിരുന്നു, അവനൊരു സമാധാനയാഗമായിക്കൊണ്ട് നമ്മെ പിതാവിനോട് എന്ത് ചെയ്തു? നിരപ്പിച്ചു. നടുവിൽ സമാധാനം പുനഃസ്ഥാപിച്ചു. അതല്ലേ അത് നടന്നത്. അപ്പോൾ ഈ നിഴൽ പഠിക്കുമ്പോൾ ഒരു ആംഗിളിൽ നിന്ന് നമ്മൾ പറയും കോപാഗ്നിയാണ് ഈ യാഗപീഠത്തിൽ വീണത്. അടുത്ത സ്ഥലത്ത് നിന്ന് എന്ത് പറയും? നമ്മോടുള്ള ബന്ധത്തിൽ യേശു ക്രിസ്തു നമുക്ക് മാതൃകാ പുരുഷൻ. അവൻ പിതാവിനെ പ്രസാദിപ്പിച്ച പ്രിയപുത്രൻ. അവനൊരു ഹോമയാഗവും ഭോജനയാഗവും സമാധാനയാഗവുമായി തീർന്നു. അതുപോലെ നാമും നമ്മുടെ ജീവിതം എന്തായിട്ട് മാറ്റണം? ഏൽപ്പിച്ചു കൊടുക്കണം. ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ കത്തുന്ന തീയിലൂടെ സൗരഭ്യമാ പുറപ്പെടുന്നത്. ആ കത്തുന്ന തീയിലൂടെ എന്താ പുറപ്പെടുന്നത്? ന്യായവിധിയല്ല. അകൃത്യയാഗത്തിലും പാപയാഗത്തിലും എന്താ വീഴുന്നത്? ന്യായവിധിയാ. ഈ കത്തിയ തീയിൽ നിന്നാണ് ഇത് കണ്ടില്ലേ, ഫയർ പാൻ, തീക്കലശം. ഈ തീക്കലശത്തിലൂടെ തീ എടുത്തുകൊണ്ടുപോയി അവരെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ഈ തീ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതാണ് തീക്കലശം. അടുത്തൊരു കാര്യം, രണ്ടാമതൊരു കാര്യം ഇവിടെ കാണുന്നുണ്ട്. ഇതാണ് ഷവൽ, പാൻസ്, ഷവൽ. ഒറ്റ വാക്യോടെ വേഗം വായിക്കാം. പുറപ്പാട് ദിവസം 38-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. പുറപ്പാട് 38-3. ചട്ടി, ചട്ടുകം, കലശം, മുൾക്കൊളുത്ത്, തീ കലശം. 5 സാധനങ്ങൾ, 5 കാര്യങ്ങൾ ഈ യാഗപീഠത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും? ഈ യാഗപീഠത്തിൽ 5 ഉപകരണങ്ങൾ എന്ത് ചെയ്യും? ഉപയോഗിക്കും. അതിൽ രണ്ടാമത് പറഞ്ഞാണ് ചട്ടി, ചട്ടുകം. ചട്ടുകം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതാണ് എന്താണ്? ഷവൽ. ആ ഷവൽ എന്ന് പറഞ്ഞാൽ അതിന്റെ പടമൊക്കെ നിങ്ങളെ കാണിക്കേണ്ടതുണ്ട്. ഈ യാഗപീഠത്തിൽ യാഗമർപ്പിച്ചിട്ട് അതിന്റെ രക്തം പുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ കൊണ്ടുപോയി തളിക്കും. അതൊക്കെ ഓക്കെ, അക്രമങ്ങൾ നിങ്ങൾക്കറിയാം. അതെല്ലാം കഴിഞ്ഞിട്ട് ഈ യാഗപീഠത്തിൽ കത്തുന്ന തീ കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മാംസകഷ്ണങ്ങൾ ചിലപ്പോൾ പുറത്തേക്ക് ചാടുന്നുണ്ടാകാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് കത്ത് പിടിക്കാതെ വരാം. അങ്ങനെയെല്ലാം വരുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ഈ മുൾക്കൊളുത്ത് എന്ന് പറയുന്നത്, ഫ്ലഷ് ഹുക്ക്. ഈ മുൾക്കൊളുത്ത് കൊണ്ട് ഇത് എന്ത് ചെയ്യും? കുത്തി മറിച്ചിട്ടുകൊണ്ടിരിക്കും. അടുത്തത് ഈ ഷവൽ അഥവാ ചട്ടുകം. ആ ചട്ടുകം എന്ന് പറയുന്ന സാധനം കൊണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പുരോഹിതൻ നന്നായിട്ട് വീശിക്കൊണ്ടിരിക്കും. ആ ചട്ടുകം എന്നുള്ളതിൻ്റെ വാക്കും അതിൻ്റെ അർത്ഥമൊക്കെ തേടി ചെല്ലുമ്പോൾ അവിടെ ഇംഗ്ലീഷിൽ കാണുന്ന പോലെ വിന്നോവിങ് ഫാൻ, അതൊരു ഫാൻ എന്നുള്ള പ്രക്രിയയാണ് അവിടെ വരുന്നത്. മഹാപുരോഹിതൻ അല്ലെങ്കിൽ പുരോഹിതൻ ഇവിടെ നിന്നുകൊണ്ട് ഈ തീ എന്ത് ചെയ്യും? ആളി കത്തിപ്പിക്കും. കാരണം ഈ യാഗം ഒന്ന് കത്ത് പിടിച്ച് വെണ്ണീറാകണം, ചാരമാകണം. ചാരമാകാതെ ദൈവം പ്രസാദിക്കുമോ? ഈ വെണ്ണീർ കണ്ടെടുത്ത് അങ്ങ് താഴെ ഇടുമ്പോൾ, ചാരം എടുത്തിടുമ്പോഴാണ് സ്വർഗം എന്ത് ചെയ്യുന്നത്? അർത്ഥമെന്നോ ഓർത്തോ രക്തം ഒഴിച്ചെന്നോ ഓർത്തോ പൂർണ്ണമായ പ്രസാദം വരുന്നില്ല. ആ പ്രക്രിയ പൂർണ്ണമാകണമെങ്കിൽ ഇത് എന്ത് ചെയ്യണം? ചാരമായി മാറണം. അതിനാണ് മലയാളത്തിൽ വെണ്ണീറാകണമെന്ന് എഴുതിയിരിക്കുന്നത്. യേശു ക്രിസ്തു നമ്മോടുള്ള ബന്ധത്തിൽ അവൻ പുരോഹിതനാണ്, മഹാപുരോഹിതനാണ്. അവൻ ആരാ? മഹാപുരോഹിതനാണ്. നാം നമ്മോടുള്ള ബന്ധത്തിൽ നാം അവൻ്റെ കൂടാരങ്ങളാണ്, നാം അവൻ്റെ ആലയങ്ങളാണ്. അവൻ്റെ ആലയത്തിൽ ഈ കാണുന്ന ഉപകരണങ്ങളെല്ലാം വേണം. ആലയത്തിൽ ഈ കാണുന്ന ഉപകരണങ്ങൾ എല്ലാം വേണം. അതിലൊന്നാണ് യാഗപീഠം. ഈ യാഗപീഠം നമ്മോടുള്ള ബന്ധത്തിലുമുണ്ട്, പുരോഹിതനുമുണ്ട്. യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതൻ നമ്മുടെ ഉള്ളിൽ കത്തുപിടിപ്പിക്കുകയാണ്. നമ്മുടെ ജഡസ്വഭാവങ്ങളെ അവൻ എന്ത് ചെയ്യുക? വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ ജഡസ്വഭാവങ്ങളുണ്ടല്ലോ. ഗലാത്യ ലേഖനം എന്താ പറയുന്നത്? ഈ വക പ്രവർത്തിക്കുന്നവരാരും ദൈവരാജ്യം അവകാശമാക്കിയിട്ടില്ല. ചരിത്രത്തിൽ യോഹന്നാൻ ഈ പറയുന്ന സമയം വരെ ഒരുവൻ പോലും അതിന് യോഗ്യരില്ല. എന്നാൽ ദൈവരാജ്യം അവകാശമാക്കാനുള്ള യോഗ്യത ഉണ്ടാക്കുന്ന ശുശ്രൂഷ, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്.
മാളിക മുറി മുതൽ ആ ശുശ്രൂഷയിൽ യേശുക്രിസ്തു മഹാപുരോഹിതൻ എന്നുള്ള നിലയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥ അടച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാപുരോഹിതന്റെ ഡ്യൂട്ടിയാണ്. ഇസ്രായേലിനെ മാറത്ത് വഹിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാപുരോഹിതൻ. ഇസ്രായേലിന്റെ യാഗങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് അതിന്റെ പൂർത്തിബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നവനാണ് മഹാപുരോഹിതൻ. അതുപോലെ നമ്മോടുള്ള ബന്ധത്തിലും അവൻ എന്ത് ചെയ്യുന്നു? തീ കത്തുപിടിപ്പിക്കുകയാണ്. തീ ആളി കത്തിക്കാൻ ചട്ടുകം വെച്ച് വീശുമുറം അവന്റെ കയ്യിലുണ്ട്, വീശിക്കൊണ്ടിരിക്കുകയാണ്. നരകത്തിൽ വിടാനല്ല നമ്മെ, പിന്നെ എന്തിനാ? നമ്മെ ശോഭയുള്ളവരായി തെളിച്ചെടുക്കണം. നമ്മുടെ ജഡസ്വഭാവങ്ങളെ കരിച്ചു കളയണം. ഗലാത്യർ 5:17 എഴുതിയിരിക്കുന്നത് ആത്മാഭിലാഷം ജഡത്തിനും ജഡാഭിലാഷം ആത്മാവിനും അത് തമ്മിൽ വിരോധമല്ലോ, അത് തമ്മിൽ പ്രതികൂലമല്ലോ. അപ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ അഗ്നിയുണ്ട്. ആ അഗ്നിയാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്ന ജഡത്തിന്റെ ചിന്തകൾ, സ്വഭാവങ്ങളെ എല്ലാം കരിച്ചു കളയും. അതുപോലെ നമ്മളൊരു കാര്യം പ്രസംഗിച്ചു വരുമ്പോൾ സാധാരണ പറയും, നാം രക്ഷിക്കപ്പെടുമ്പോൾ, അതായത് പുതുജനനത്തിൽ ദൈവരാജ്യം കാണുന്നു, ജലസ്നാനത്താലും ആത്മസ്നാനത്താലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നു. അടുത്തൊരു കാര്യം, നാം ഓവർകമേഴ്സ് ആകുമ്പോൾ, ജഡത്തെ ജയിക്കുമ്പോൾ ദൈവരാജ്യം അവകാശമാക്കുന്നു. ആ രാജ്യം, നാം വന്നിരിക്കുന്ന രാജ്യം അവകാശമാക്കുന്നു. ഒറ്റ വാക്യം കൂടെ വായിക്കാം. ആവർത്തന പുസ്തകം 9:3 വാക്യം. എന്നാൽ നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുമ്പിൽ കടന്നു പോകുന്നു എന്ന് നീ ഇന്ന് അറിഞ്ഞുകൊള്ളുക. ഇസ്രായേലിനോട് പറയാണ്, നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിന്റെ മുൻപിൽ കടന്നു പോകുന്നു. എന്തിനു വേണ്ടിയാ? ശത്രുക്കളെയെല്ലാം നിഗ്രഹിക്കാൻ, അല്ലെങ്കിൽ ന്യായം വിധിക്കാൻ. നിന്റെ ദൈവമായ യഹോവ, സൂക്ഷിച്ചു നോക്കണം, നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി കടന്നു പോകുന്നു. യുദ്ധം ആർക്കുള്ളതാ? യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ഇസ്രായേലിന്റെ കനാൻ ദേശം അവകാശമാക്കി പാലും തേനും അനുഭവിക്കണമെങ്കിൽ അവിടെയുള്ള ശത്രുക്കളെ, ജാതികളെ എല്ലാം എന്ത് ചെയ്യണം? കീഴടക്കണം, യുദ്ധം ചെയ്യണം. യുദ്ധം ആർക്കുള്ളതാ? യഹോവയ്ക്കുള്ളതാണ്. അപ്പൊ ജഡത്തോട് യുദ്ധം ചെയ്യുന്ന ആരാ? ആത്മാഭിലാഷം ജഡത്തിനും ജഡാഭിലാഷം ആത്മാവും തമ്മിൽ എന്താ? പ്രതികൂലമാണ്, വിരോധമാണ്. അപ്പോൾ ജഡത്തോട് പോരാടുന്ന ആരാ? നമ്മുടെ അകത്ത് വന്നിരിക്കുന്ന അകത്തെ മനുഷ്യനിൽ വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് ഈ ജഡപ്രവർത്തികളോട് എന്ത് ചെയ്യും? പോരാടിക്കൊണ്ടിരിക്കും. നാം അനുവദിക്കണം, ആത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കണം. നിന്റെ ദൈവമായ യഹോവ ഞാനും പിതാവും ഒന്നാകുന്നു. ദൈവം ആത്മാവാകുന്നു. ആത്മാവായ ദൈവം അഗ്നിയായി നിനക്ക് മുമ്പായി കടന്നുപോയി ശത്രുക്കളെ നിഗ്രഹിക്കും. അവിടെ ലിറ്ററലി, അക്ഷരീയമായി ശത്രുക്കൾ. നമ്മെ സംബന്ധിച്ച് നമ്മോടുള്ള ബന്ധത്തിൽ ആത്മീയ ശത്രുക്കൾ. ആ ആത്മീയ ശത്രുക്കൾ ആരൊക്കെയാന്ന് വീട്ടിൽ പോയി വായിച്ചു നോക്കണം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19, 20, 21. ജഡത്തിന്റെ ചിന്തയോ, ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കെന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന എല്ലാം നമ്മുടെ നമ്പർ 1 ശത്രുക്കളാണ്. അയലോക്കംകാരല്ല കേട്ടോ, തലകുനിക്ക് പോകരുത്. അയലോക്കംകാരൊന്നും ശത്രുക്കളായിട്ട് കൂട്ടരുത്. നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എവിടെയാ വസിക്കുന്നത്? നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഈ ശത്രുക്കളോട് യുദ്ധം ചെയ്ത് ഇവരെല്ലാം കാൽ കീഴിലിടണം. യഹോവയായ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നീ സമർപ്പിക്കുമെങ്കിൽ, സമർപ്പണത്തിലേക്ക് വരുമെങ്കിൽ, ആ സമർപ്പണത്തിലേക്ക് നാം വന്നാൽ നിശ്ചയമായും സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? ഒരു സമാപ്തി വരുത്തും. ഈ യുദ്ധത്തിൽ നാം ജയിച്ചെങ്കിൽ മാത്രമേ ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയത്തുള്ളൂ. ദൈവരാജ്യം അവകാശമാക്കിയവർ മാത്രമേ പുതിയ യെരൂശലേമിൽ അവനോടുകൂടെ യുഗായുഗം ഒരുമിച്ച് വാഴത്തുള്ളൂ. നമ്മുടെ ജഡസ്വഭാവങ്ങളുമായിട്ട് അതിനകത്ത് പ്രവേശനമില്ല. ജഡസ്വഭാവം ഉള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അശേഷം കഴിയത്തില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് വീശുമുറം അവന്റെ കയ്യിലുണ്ട്. യാഗപീഠത്തിലെ തീ ഒരിക്കലും കെട്ടുപോകാൻ പാടില്ല. ഈ തീ ലോകത്തിനൊരിക്കൽ ന്യായവിധിയായിട്ട് വെളിപ്പെടാൻ പോകുന്നു. ദൈവത്തിന്റെ ദാസൻ പൗലോസ് പറയാണ്, എന്റെ സുവിശേഷം മൂലം ഈ ലോകത്തെ ദൈവം നീതിയോടെ ന്യായം വിധിക്കും. സുവിശേഷം ഇന്ന് നമുക്ക് സദ്വർത്തമാനമാണ്, എന്നാൽ അത് നാളെ ന്യായവിധിയായിട്ട് മാറും. ഈ തീ ഇന്ന് ശുദ്ധീകരിക്കുന്ന തീയാണ്. ഇതേ തീ തന്നെ നാളെ ന്യായവിധിയുടെ തീയായിട്ട് മാറും. എല്ലാം എല്ലാം എനിക്കു വേണ്ടി ക്രൂശിൽ നാഥൻ നിവർത്തിച്ചു. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റു. ഇനി ഞാൻ എന്തിനു ഭയപ്പെടുവാൻ? മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റു. ഇനി ഞാൻ എന്തിനു ഭയപ്പെടുവാൻ?